സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. താരാധരശ്യാമളാംഗം ചുരികാചാപധാരണം കിരാതവപുഷം വന്ദേ പരമാത്മാനമീശ്വരം. സർവചൈതന്യരൂപാം താം ആദ്യാം വിദ്യാം ച ധീമഹി ബുദ്ധിം യാം പ്രചോദയാത്. ശ്രീമഹാപുരാണം മൂന്നാം ദിവസത്തെ കഥാഭാഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ രുദ്രസംഹിത എന്ന രണ്ടാമത്തെ സംഹിതയിലെ സതീഖണ്ഡമാണ് നമ്മൾ ഇന്ന് പൂർണ്ണമായിട്ടും കാണുന്നത്. ദക്ഷപുത്രിയായി ആ പരാശക്തി ദേവന്മാരുടെ പ്രാർത്ഥനയെ കേട്ട് ആ ദക്ഷപ്രജാപതിയുടെ തപസ്സിന്റെ ഫലമായി ദക്ഷപ്രജാപതിക്ക് ദർശനം നൽകി അനുഗ്രഹിച്ചു. പുത്രീ രൂപത്തിൽ വന്ന് അനുഗ്രഹത്തെ കൊടുക്കാം എന്നും പറഞ്ഞുകൊണ്ടാണ് ദേവി അന്തർധാനം ചെയ്തത്. തുടർന്ന് ദേവന്മാർ കൈലാസത്തില് ഭഗവാനെ ശ്രീപരമേശ്വരനെ സ്തുതിച്ചുകൊണ്ട് അവിടുന്ന് ആ ദക്ഷപുത്രിയായിട്ടുള്ള സതിയെ പാണിഗ്രഹണം ചെയ്യണം എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം അതിനെ നിരസിച്ചുകൊണ്ടാണ് ഭഗവാൻ വിവാഹം എന്നാൽ അത് ഒരു ബന്ധനമാണ് എന്നും തപസ്സിനെ ചെയ്യുന്ന എനിക്ക്, ഒരു യോഗമാർഗത്തെ സ്വീകരിച്ചിരിക്കുന്ന എനിക്ക് എന്തിനാണ് ഈ വിവാഹ ജീവിതം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവരെ നിരുത്സാഹപ്പെടുത്തുകയും, എന്നാൽ പിന്നീട് ദേവന്മാരുടെ ആ പ്രാർത്ഥനയെ കേട്ട് ആ സതീദേവിയെ പാണിഗ്രഹണം ചെയ്യാം എന്ന് സമ്മതിക്കുകയും അതിനുശേഷമാണ് ആ സതീപരിണയം. അത് വളരെ ചുരുക്കിയിട്ടാണ് പറഞ്ഞത്. ഒരുപക്ഷെ പാർവതീ സ്വയംവരം വളരെ വിസ്തരിക്കുന്നത് കൊണ്ടായിരിക്കാം. എന്ന് മാത്രമല്ല, ഈ സതീദേവി പിന്നീട് ദേഹത്യാഗം ചെയ്തു എന്നതുകൊണ്ടുമായിരിക്കാം ആ സതീപരിണയത്തെ വളരെ ചുരുക്കി പരാമർശിച്ചുകൊണ്ട് കടന്നു പോവുകയാണ്. ദക്ഷപുത്രിയായിട്ടുള്ള സതിയെ ആ ഭഗവാൻ പാണിഗ്രഹണം ചെയ്തു. അതിനുശേഷം അവരുടെ ദാമ്പത്യം വർണ്ണിക്കുകയാണ്. അപ്പൊ സതീദേവിയോടുകൂടി ഭഗവാൻ ഒരിക്കൽ ഏകാന്തത്തിൽ ഇരിക്കുന്ന സമയത്താണ് ആ ഭഗവാനോട് സതീദേവി ചോദിക്കുന്ന ചില ചോദ്യങ്ങളും അതിന്റെ മറുപടിയും. ദേവദേവ മഹാദേവ കരുണാസാഗര പ്രഭോ ദീനോദ്ധര മഹായോഗിൻ കൃപാം കുരു മമോപരി. ജ്ഞാതും ഇച്ഛാമി ദേവേശ പരം തത്വം സുഖാവഹം എന്ന സംസാര ദുഃഖാദ്വൈ തരേ ജീവോ അഞ്ജസാഹര. ഏതൊരു ജീവനും ഈ സംസാര ക്ലേശങ്ങളിൽ നിന്ന് തരണം ചെയ്യാൻ ഉള്ള ആ ഒരു ഉപായം അത് പറഞ്ഞു തന്നാലും, അത് പറഞ്ഞു തരാൻ കാരുണ്യമുണ്ടായാലും എന്നിങ്ങനെ സതീദേവി പ്രാർത്ഥിക്കുമ്പോഴാണ് ഭഗവാൻ കുറെ അധികം ഉപദേശങ്ങളെ ഇവിടെ കൊടുത്തു. ശൃണുദേവി പ്രവക്ഷ്യാമി ദാക്ഷായണി മഹേശ്വരി പരം തത്വം തദേവാനുഷായി മുക്തോ ഭവേദ്യത ഭക്തോ ജ്ഞാനേന ഭേദോ ഹി തൽക്കർത്തു സർവദാ സുഖം. ഭക്തി യോഗത്തെ കുറിച്ചിട്ടാണ് ആദ്യം പറഞ്ഞത്. അത് ജ്ഞാനവൈരാഗ്യത്തോടു കൂടിയിട്ടാവണം ഭക്തി. ഭക്തിയാകുന്ന മാതാവും അതിൻ്റെ പുത്രന്മാർ എന്ന രീതിയിൽ ജ്ഞാനവൈരാഗ്യങ്ങളെയും പുരാണങ്ങളിൽ അവതരിപ്പിച്ചു കാണാം. അപ്പോൾ ഭക്തിയാകുന്ന അമ്മയ്ക്ക് ജനിക്കുന്ന പുത്രന്മാർ എന്ന രീതിയിൽ ഒരുവനിൽ ഭക്തി പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ ഒപ്പം തന്നെ ജ്ഞാനവൈരാഗ്യങ്ങളും ആയാൽ മാത്രമേ അത് പൂർണ്ണമാവൂ. ഭക്തി മാത്രമായിട്ട്, കേവല ഭക്തി മാത്രമായിട്ടാണ് എങ്കിൽ, അതിൻ്റെ അംഗങ്ങളോട് കൂടിയിട്ട് അല്ല എങ്കിൽ അതിന് പൂർണ്ണത ഉണ്ടാവുന്നില്ല. ഇനി ഈ ഭക്തിയെ തന്നെ വൈധി, സ്വാഭാവികി എന്നിങ്ങനെ വ്യത്യസ്തങ്ങളായിട്ട് പറഞ്ഞു. വൈധി സ്വാഭാവികിയായ വരാസ ത്വപരാസ്മൃത
നൈഷ്ഠിക്യ അനൈഷ്ഠികീ ഭേദാൽ ദ്വിവിധേ ദ്വിവിധേഹിതേ. അല്ലെങ്കിൽ നൈഷ്ഠികി എന്നും അനൈഷ്ഠികി എന്നും രണ്ടു തരത്തിൽ ഭക്തിയെ പറയാം. അതിൽ നൈഷ്ഠികീ ഭക്തി 6 വിഭാഗത്തിലാണ് ഉള്ളത്. എന്നാൽ അനൈഷ്ഠികയാവട്ടെ അതിന് ഒരു വഴി മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഭക്തിയെ വീണ്ടും വിസ്തരിക്കുമ്പോൾ അതിൻ്റെ അംഗങ്ങൾ ഏതൊക്കെയാണ് എന്ന് പറയുകയാണ്. 9 അംഗങ്ങളാണ് ഭക്തിക്കുള്ളത്. ശ്രവണം, കീർത്തനം, സ്മരണം, സേവനം, ദാസ്യം, അർച്ചനം, വന്ദനം, ആത്മസമർപ്പണം. 9 അംഗങ്ങൾ ഉണ്ട് ഭക്തിക്ക്. നവധാഭക്തി എന്നും പറയുന്നു. അതുകൂടാതെ ഉപാംഗങ്ങൾ വേറെയുണ്ട്. ഇനി എന്തൊക്കെയാണ് ഈ ഭക്തിയുടെ 9 അംഗങ്ങൾ? അത് എന്തൊക്കെയാണ് സൂചിപ്പിക്കുന്നത്? കഥാതയർ നിത്യസമ്മാനം കുർവൻ ദേഹാതിഭിർമുത സ്ഥിരാസനേന തൽപാനം എത്തൽ ശ്രവണമുച്യതേ. കഥാശ്രവണം ചെയ്യാം. നമ്മൾ പുരാണങ്ങൾ ആരംഭിച്ചപ്പോൾ ശിവപുരാണമാണെങ്കിലും അതിൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, എല്ലാ പുരാണങ്ങളും ശ്രവണത്തിനാണ് പ്രാധാന്യം, കേൾക്കുക എന്നുള്ളതിനാണ് പ്രാധാന്യം. പക്ഷേ ഇപ്പൊ കലിയുഗത്തിൽ ഇതെത്ര തന്നെ നമ്മൾ പ്രാധാന്യമുണ്ട് എന്ന് പറഞ്ഞിട്ടും പ്രയോജനമില്ല. കാരണം ബാക്കി എല്ലാറ്റിനും നമുക്ക് സമയം കണ്ടെത്താൻ പറ്റും. മറ്റെല്ലാ ചടങ്ങുകളിലും നമ്മൾ ഒരു പക്ഷേ പങ്കെടുക്കും. ഇത് കേട്ടിരിക്കാൻ നമുക്ക് ആവില്ല. അതിന് നമ്മളുടെ മനസ്സ് നമ്മളെ അനുവദിക്കില്ല. മനസ്സ് ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും. മനസ്സ് മറ്റ് പല വഴിക്ക് പോകും. ഇതിൻ്റെ മുൻപിൽ ഇരിക്കാൻ സമ്മതിക്കില്ല. കുറച്ച് സമയം പോലും ശ്രദ്ധിക്കാൻ നമുക്ക് പറ്റുന്നില്ല. അപ്പൊ ശ്രദ്ധയോടുകൂടി കഥാശ്രവണം ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അതാണ് ആ ശ്രവണത്തിൻ്റെ ഒരു രീതി. ഭക്തി നമ്മളിൽ പ്രവർത്തിച്ചു തുടങ്ങണമെങ്കിൽ അതിൻ്റെ ആദ്യ പടിയാണ് ശ്രവണം എന്ന് പറഞ്ഞു. അടുത്തതായിട്ട് ആ ഭഗവത് ലീലകളെ, അവതാര ലീലകളെ, അത് ശ്രീകൃഷ്ണ കഥകളാവാം, ശ്രീകൃഷ്ണ ലീലകളാവാം, ശ്രീ പരമേശ്വരന്റെ ലീലകളാവാം, ദേവിയുടെ ചരിതങ്ങളാവാം, അതിനെ കീർത്തിക്കുന്നത്, അതിനെ ചൊല്ലുന്നത്, അതൊക്കെ കീർത്തനത്തിൽ പെടുന്നതാണ്. നാമസങ്കീർത്തനം ചെയ്യുക. പ്രത്യേകിച്ചും കലിയുഗത്തിൽ നാമസങ്കീർത്തനത്തിനാണ് പ്രാധാന്യം. അപ്പോൾ നാമസങ്കീർത്തനത്തെ ശ്രദ്ധയോടുകൂടി ചൊല്ലുക, അത് സന്തോഷമായിട്ട് കീർത്തിക്കുക. അതും ഈ നമ്മൾ ഒരു കീർത്തനം ചൊല്ലുമ്പോൾ അതിലെ വരികളിൽ കൂടിയിട്ട് എന്താണ് അവിടെ പറയുന്നത്, ആ അവതാര ലീലകളെ നമുക്ക് മനസ്സുകൊണ്ട് ചിന്തിക്കാനും കഴിയണം. ഹൃദാകാശേന സമ്പശ്യൻ ജന്മകർമാണി വൈ മമ പ്രീത്യോച്ച ഉച്ചാരണം തേഷാം ഏതൽ കീർത്തനമുച്യതേ. ഇത്തരത്തിൽ ആ 9 അംഗങ്ങളെയും ഇവിടെ പറഞ്ഞു. ഒട്ടും തന്നെ ഭയമില്ലാതെ നിർഭയനായിട്ട് ഇരുന്നു കൊണ്ട് ഈശ്വരസ്മരണയെ ചെയ്യുക. എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നതായ ചൈതന്യം അതുതന്നെയാണ് നമ്മളിലും ആ ചൈതന്യ രൂപേണ പ്രവർത്തിക്കുന്നത് എന്ന് അറിഞ്ഞുകൊണ്ട് നിർഭയനായിട്ട് വസിക്കുക. ഓരോ കാലത്തും ലഭ്യമായ ദ്രവ്യങ്ങളെ കൊണ്ട് ഭഗവത് പൂജയെ ചെയ്യുക, അർച്ചന ചെയ്യുക, പുഷ്പങ്ങളെ കൊണ്ട് അർച്ചന ചെയ്യുക, 16 ഉപചാരങ്ങളോട് കൂടിയിട്ട്, അർഘ്യപാദ്യാദികളോട് കൂടിയിട്ട് ഭഗവത് പൂജയെ ചെയ്യുക. അതിൻ്റെ ഓരോ പടവും കഴിഞ്ഞ് നമ്മൾ 7ാമത്തേതും 8ാമത്തേതും ഒക്കെ ആകുമ്പോഴേക്കും ദാസ്യം, സഖ്യം എന്നൊക്കെയുള്ള ആ ഒരു തലത്തിലേക്ക് എത്തും. അതിൽ സഖ്യഭക്തി എന്ന് പറഞ്ഞാൽ മംഗളമാണ് എങ്കിലും അമംഗളമാണ് എങ്കിലും മംഗളാമംഗളം യത്തിൽ കരോതീതി ഈശ്വരോഹിമേ സർവം തൻ മംഗളായേതി വിശ്വാസ സഖ്യലക്ഷണം. ഏതൊന്നാണോ ആ ഈശ്വരൻ നമുക്ക് വേണ്ടി, നമ്മളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അവിടുന്ന് നിർദ്ദേശിച്ചിട്ടുള്ളതെല്ലാം തന്നെ, അതിൻ്റെ ഗുണദോഷങ്ങളെ ചിന്തിക്കാതെ അതിനെ അറിയുക, അതിനെ പഠിക്കുക, അതിനെ ആചരിക്കുക, അത് സഖ്യഭക്തിയുടേതാണ്.
പൂർണ്ണമായിട്ടുള്ള വിശ്വാസം, സംശയം ഒട്ടും തന്നെ ഇല്ലാത്തതായ ആ ഒരു വിശ്വാസം. നല്ല സൗഹൃദത്തിൻ്റെയും ലക്ഷണം അതാണ്. പുരാണങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നല്ല സൗഹൃദത്തിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ശ്രീമദ് ഭാഗവതത്തിൽ ആ സുദാമ ഉപാഖ്യാനം, ശ്രീദാമ ഉപാഖ്യാനം, അല്ലെങ്കിൽ നമ്മൾ കുചേലവൃത്തം എന്ന് പറയുന്ന കഥ. ഉത്തമ സൗഹൃദത്തിൻ്റെ ലക്ഷണം, ഒട്ടും തന്നെ സംശയമില്ല, കളങ്കമില്ലാത്ത വിശ്വാസമാണ്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ പടവാണ് ആത്മസമർപ്പണം അഥവാ ആത്മനിവേദനം. കൃത്വാ ദേഹാദികം തസ്യ പ്രീതി സർവം തദർപ്പണം നിർവാഹായ ശൂന്യത്വം എത്തത് ആത്മസമർപ്പണം. ഞാൻ എൻ്റേതായിട്ടുള്ളതിനെ മുഴുവനും ഈശ്വര സമർപ്പണം ചെയ്തുകൊണ്ട്. ഇപ്പൊ എത്രയോ ഭക്തന്മാരുടെ കഥകളിൽ നമുക്ക് പുരാണങ്ങൾ പഠിപ്പിച്ചു തരുന്നു. എന്താണ് സന്താനഗോപാലം എന്നുള്ള കഥയിൽ കാണുന്നത്? അർജുനന് ബോധ്യപ്പെടുകയാണ്. ആദ്യം അർജുനൻ ആ ദ്വാരകയിലെ ഒരു സാധുവിൻ്റെ കുട്ടിയെ രക്ഷിക്കാമെന്ന് വാക്കുകൊടുത്ത ആളാണ്. പക്ഷേ അർജുനന് അവസാനം തിരിച്ചറിവുണ്ടാവുകയാണ്, തന്നെ കൊണ്ട് സാധിച്ചില്ല. അങ്ങനെ വന്നപ്പോഴാണ് അഗ്നി ജ്വലിപ്പിച്ച് അഗ്നിപ്രവേശം ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് ആ ശ്രീകൃഷ്ണൻ തടഞ്ഞുകൊണ്ട് വരൂ അർജുന എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയിട്ട് ആ 10 കുട്ടികളെയും ദ്വാരകയിലെ വിപ്രന് നഷ്ടപ്പെട്ടു എന്ന് കരുതിയ ആ പുത്രന്മാരെ എല്ലാവരെയും വീണ്ടെടുത്ത് കൊണ്ടുവന്ന് അതാ അർജുനന്റെ മുൻപിൽ വെച്ച് തന്നെ അർജുനനെ കൊണ്ട് തന്നെ തിരികെ കൊടുപ്പിച്ചു. അപ്പൊ അത് കഴിയുമ്പോഴാണ് അർജുനന് ബോധ്യമായത്, ഈ ലോകത്തിൽ പൗരുഷം എന്ന് നമ്മൾ പലപ്പോഴും ധരിക്കാറുള്ളത് എൻ്റെ കഴിവാണ്, നമ്മളുടെ കഴിവ് കൊണ്ടാണ് ഞാനിതെല്ലാം നേടിയത്. പക്ഷേ ഒരു നിമിഷം മതിയില്ലേ നമ്മളുടെ ബലം നഷ്ടപ്പെടാൻ. നമ്മൾ വളരെ ശക്തിയോടുകൂടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു നിമിഷം, അടുത്ത നിമിഷം നമ്മളുടെ ബലം അങ്ങോട്ട് ഇല്ലാതെയായ, ശക്തി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചലിക്കാൻ പോലും പറ്റാതെ, സംഭാഷണം ചെയ്യാൻ, വർത്തമാനം പറയാൻ നാവ് പോലും ചലിപ്പിക്കാൻ പറ്റാതെ ആയിത്തീരാൻ ഒരുപാട് സമയമൊന്നും വേണ്ട. നമ്മൾ എത്രയോ പേരുടെ അവസ്ഥകൾ കാണുന്നുണ്ട് നിത്യജീവിതത്തിൽ. അപ്പോൾ എൻ്റെ പിൻബലം എന്ന് പറയുന്നത് ആ ഈശ്വരാനുഗ്രഹമാണ്, ഈശ്വര പ്രഭാവമാണ്. എന്നിൽ എന്തെങ്കിലും ശക്തിരൂപേണ പ്രവർത്തിക്കുന്നുവെങ്കിൽ അത് ഭഗവത് അനുഗ്രഹമാണ് എന്ന് അർജുനൻ തിരിച്ചറിഞ്ഞ നിമിഷമാണ്. അപ്പൊ ഇതെല്ലാം അവിടുന്ന് നൽകിയതാണ്. അതെല്ലാം എപ്പോൾ വേണമെങ്കിലും തിരിച്ചെടുക്കാം, എപ്പോൾ വേണമെങ്കിലും തനിക്ക് നഷ്ടമാവാം. അപ്പൊ ഒന്നും ഞാൻ എൻ്റേതാണ് എന്ന് കരുതാതെ എല്ലാം ഈശ്വര അർപ്പണ ബുദ്ധിയ സമർപ്പിക്കുന്നതും താൻ അനുഭവിക്കുന്നതും ഒക്കെ തന്നെയാണ്. അങ്ങനെ ഈശ്വര സ്മരണയോട് കൂടിയിട്ടുള്ള ആ ഒരു ഭക്തന്റെ ഭാവം ഏറ്റവും ഒടുവിൽ ആത്മസമർപ്പണം എന്ന നിലയിലേക്ക് ആയിക്കഴിഞ്ഞാൽ ആ ഭക്തിയുടെ അംഗങ്ങളൊക്കെ അവിടെ പൂർത്തിയായി എന്ന് പറഞ്ഞു. ഇത്തരത്തിൽ ആ ഭക്തിയുടെ അംഗങ്ങളെ വർണ്ണിച്ചുകൊണ്ട് പിന്നീട് അതിൻ്റെ ഉപാംഗങ്ങളെ കുറിച്ച് ഒക്കെ വർണ്ണിച്ചു. അത്തരത്തിൽ ഉപദേശങ്ങളൊക്കെ കൊടുത്തു. ഒരിക്കൽ ഈ സതീദേവിയോട് കൂടിയിട്ട് മഹാദേവൻ യാത്ര ചെയ്യുമ്പോഴാണ് യാദൃച്ഛികമായിട്ട് ദണ്ഡകാരണ്യത്തിൽ എത്തിച്ചേർന്നു. അപ്പോൾ ആ ദണ്ഡകാരണ്യത്തിൽ, അതായത് ഭഗവാൻ മഹാവിഷ്ണു ശ്രീരാമനായി അവതരിച്ച് അച്ഛൻ്റെ വാക്ക് ദശരഥ മഹാരാജാവ് കൈകേയി മാതാവിന് കൊടുത്ത ആ വരം സത്യമാക്കാൻ വേണ്ടി ശ്രീരാമനും സീതാദേവിയും അനുജനായിട്ട് ലക്ഷ്മണനോടുകൂടി വനവാസത്തിന് പുറപ്പെട്ട കാലമാണ്. അപ്പൊ സീതാദേവിയെ രാവണൻ അപഹരിച്ചു കൊണ്ടുപോയി കഴിഞ്ഞിരിക്കുന്നു. സീതാന്വേഷണം ചെയ്ത് ശ്രീരാമനും ലക്ഷ്മണനും അങ്ങനെ പുറപ്പെട്ട് ഈ ദണ്ഡകാരണ്യത്തിൽ കൂടി വളരെയധികം സങ്കടപ്പെട്ടുകൊണ്ട് ഇരിക്കുന്ന ആ സമയം, അപ്പോഴാണ് ഈ സതീദേവിയോട് കൂടിയിട്ട് ഭഗവാൻ അതുവഴി യാത്ര ചെയ്യുന്നത്. വളരെ ദൂരെ നിന്ന് തന്നെ ആ ശ്രീരാമനെ ഒരു പരസ്പരം കാണുന്നില്ല, കുറേ ദൂരെയായിട്ട് ശ്രീരാമൻ ദുഃഖിച്ചിരിക്കുന്നു. സമീപത്ത് തന്നെ ലക്ഷ്മണനുണ്ട്. ലക്ഷ്മണൻ രാമനെ ആശ്വസിപ്പിക്കുന്നു. ശ്രീരാമൻ സീതയെ വിളിച്ച് വിലപിക്കുന്നുണ്ട്. ആ സമയത്താണ് ഈ സതീദേവിയും മഹാദേവനും അതുവഴി കടന്നു പോകുന്നത്. അപ്പോൾ ദൂരെ നിന്ന് ശ്രീരാമനെ കാണുന്ന മഹാദേവൻ
ആ നിൽക്കണ ദിക്കിൽ തന്നെ നിന്നുകൊണ്ട് രാമനെ ഒന്ന് ആദരിച്ചു, ഒന്ന് നമസ്കരിച്ചു. വീണ്ടും അവരുടെ യാത്ര തുടരാൻ ഭാവിച്ചപ്പോഴാണ് സതീദേവി ഒരു സംശയം ചോദിക്കുകയാണ് ഭഗവാനോട്. എന്തുകൊണ്ടാണ് അങ്ങ് ഒരു രാജകുമാരൻ മാത്രമായിട്ടുള്ള ശ്രീരാമനെ അങ്ങ് നമസ്കരിക്കുന്നത്, അങ്ങ് ആദരിക്കുന്നത്? സാധാരണ ഒരു സമ്പ്രദായം അനുസരിച്ച് പ്രായമായവർ കുട്ടികളെ നമസ്കരിക്കാറില്ല. അതൊരു പൊതു നിയമം, സാമാന്യ നിയമമാണ്. പ്രായമായ മുതിർന്ന ആൾക്കാർ ചെറിയ കുട്ടികളെ അങ്ങോട്ട് നമസ്കരിക്കാറില്ല, തിരിച്ചാണ് വേണ്ടത്. കുട്ടികളൊക്കെ മുതിർന്നവരെയാണ് നമസ്കരിക്കേണ്ടത്. അതൊരു ലോക സമ്പ്രദായമാണ്. അതുമാത്രമല്ല, ഇവിടെ ദേവദേവനായിട്ടുള്ള മഹാദേവനാണ് അവിടുന്ന്. ഈ ശ്രീരാമൻ വിഷ്ണു അവതാരമാണെങ്കിൽ കൂടിയിട്ട് ദശരഥ മഹാരാജാവിൻ്റെ പുത്രൻ, ഒരു രാജാവ്, ഒരു യുവരാജാവ്, അതും തൻ്റെ പത്നിയെ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് വിലപിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. എന്തുകൊണ്ടാണ് അങ്ങ് ശ്രീരാമനെ നമസ്കരിക്കുന്നത്? അപ്പൊ അതിന് മറുപടിയായിട്ട് സതീദേവിയുടെ സംശയങ്ങൾ തീർക്കാൻ പാകത്തിന് മഹാദേവൻ ഉപദേശങ്ങളൊക്കെ കൊടുത്തു. ഈ സൂര്യവംശത്തിലെ ദശരഥന്റെ പുത്രനായി വന്നിട്ടുള്ള ഇദ്ദേഹം സാക്ഷാൽ മഹാവിഷ്ണു തന്നെയാണ്. ആ ഭഗവാന് അനുജന്മാരായിട്ടാണ് 3 പേർ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ, ഭരതൻ. ഇവരൊക്കെ തന്നെ ആ വൈഷ്ണവ അംശങ്ങളാണ്. അപ്പൊ രാമനായി അവതരിച്ചു, ഒരു രാജകുമാരനായിട്ട് ആ സൂര്യവംശത്തിൽ അവതരിച്ചുവെങ്കിലും ആ മഹാവിഷ്ണുവിൻ്റെ, ആ ഭഗവാന്റെ, ശ്രീഹരിയുടെ പ്രഭാവത്തിന് ഒട്ടും തന്നെ മങ്ങലേറ്റിട്ടില്ല. ഞങ്ങൾ പരസ്പരം വന്ദിക്കുന്നവരാണ്, അതുകൊണ്ട് ഞാൻ നമസ്കരിച്ചു, വന്ദിച്ചു എന്നേ ഉള്ളൂ. അത്രയും പറഞ്ഞിട്ട് മഹാദേവൻ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്തു. ശൃണു മധ്വചനം ദേവി ന വിശ്വസിതി ചേന്മന സ്വയം രാമപരീക്ഷാം ഹി കുരുതത്ര സ്വയാധിയ. എൻ്റെ വാക്കിൽ വിശ്വാസം വരുന്നില്ല എങ്കിൽ എന്തു വേണം? സതീദേവി ഒരു കാര്യം ചെയ്തോളൂ, ദേവിക്ക് ബോധ്യമാവുന്ന രീതിയിൽ പരീക്ഷിച്ചോളൂ. നമ്മളൊരാളോടൊരു കാര്യം പറഞ്ഞു, അയാൾക്കത് മനസ്സിലായില്ലെങ്കിൽ എന്താണ്, ഇനി നിങ്ങൾ തന്നെ നേരിട്ട് അന്വേഷിച്ചോളൂ, എനിക്ക് ഇത്രേ പറയാനുള്ളൂ, അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതേപോലെയാണ് ഭഗവാനോട് മറുപടി പറഞ്ഞത്. സതി, ദേവിക്കിത് ബോധ്യമായില്ല ഞാൻ പറഞ്ഞത് എങ്കിൽ എങ്ങനെ പരീക്ഷിച്ചാലാണോ ആ ശ്രീരാമന്റെ മഹത്വം, ശ്രീരാമന്റെ പ്രഭാവത്തെ അറിയണമെങ്കിൽ എന്തുപായം പ്രയോഗിക്കണമെങ്കിലും പ്രയോഗിച്ചോളൂ. അപ്പൊ നമ്മൾ ഈ ദേവന്മാരുടെ പ്രാർത്ഥന പറഞ്ഞ സമയത്ത് ശ്രീപരമേശ്വരനോട് സതീദേവിയെ സ്വീകരിക്കണം, പാണിഗ്രഹണം ചെയ്യണമെന്ന് ആവശ്യപ്പെടുമ്പോൾ അവിടെ വെച്ച് ഭഗവാൻ പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ ദക്ഷപുത്രിയായ സതിയെ സ്വീകരിക്കാം, പക്ഷെ ഒരു വ്യവസ്ഥയുണ്ട്, എൻ്റെ വാക്കിൽ എപ്പോഴെങ്കിലും സംശയം തോന്നിയാൽ ഞാൻ ഉപേക്ഷിക്കും. ആദ്യമേ പറഞ്ഞിട്ടുള്ളതാണ്, ഇപ്പോൾ സംഭവിക്കാൻ പോവുകയാണത്. ഭഗവാൻ ഇത്രയൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടും ദേവിക്കൊരു സംശയം. അപ്പൊ ഇവിടെ ഭഗവാൻ അത് അനുവദിക്കുകയും ചെയ്തു. സംശയം ഉണ്ടായ സ്ഥിതിക്ക് അത് ദൂരീകരിക്കണം. അങ്ങനെ ഭഗവാന്റെ അനുമതിയോടുകൂടി, മഹാദേവന്റെ അനുമതിയോടുകൂടി സതീദേവി ദൂരെ ഇരിക്കുന്ന ശ്രീരാമന്റെ അടുത്തേക്ക് പോവുകയാണ്, രാമനെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി. അപ്പൊ സതീ ആലോചിക്കുകയാണ് എങ്ങനെ പരീക്ഷിക്കണം. ആ ഈശ്വര പ്രഭാവം, ഭഗവാൻ സാക്ഷാൽ മഹാവിഷ്ണു തന്നെയാണ്, ശ്രീഹരി തന്നെയാണ് ഇപ്പോഴും ഇവിടെ എങ്കിൽ, രാമനായിട്ടിരിക്കുന്നത് എങ്കിൽ എത്രത്തോളം പ്രഭാവമുണ്ട് എന്ന് തിരിച്ചറിയണം, എത്രത്തോളം ജ്ഞാനം, ആ ദൈവീക ഭാവം അദ്ദേഹത്തിലുണ്ട്, അത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് സതി വേഗം ഒരു ഉപായം ആലോചിച്ചു. എന്നിട്ടാണ് പെട്ടെന്നൊരു ഉപായം തോന്നിയത്. ഈ രാമൻ ആരെ കുറിച്ചിട്ടാണ് ഇപ്പൊ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ വനത്തിൽ ദുഃഖിച്ചിരിക്കുന്ന ശ്രീരാമൻ ഇപ്പൊ ആരെ കുറിച്ചിട്ടാണ് ആലോചിക്കുക? സീതയെ കുറിച്ചിട്ടാണ് അല്ലേ? രാവണൻ അപഹരിച്ചു കൊണ്ടുപോയ തന്റെ പത്നിയെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടാണ്. അവർ ശ്രീരാമന്റെ മുന്നിൽ വേഗം താൻ സീതയുടെ രൂപത്തിൽ ചെന്നാൽ എങ്ങനെ ഉണ്ടാവും? രാമൻ പെട്ടെന്ന് സന്തോഷിക്കുകയാണെങ്കിൽ ഉറപ്പിക്കാം ആ രാമനിലെ വൈഷ്ണവാംശം ഒട്ടുമില്ല. സാധാരണ ഒരു രാജാവാണ്, രാജകുമാരനാണ്. അല്പമെങ്കിലും ആ ഈശ്വരാംശം അവശേഷിക്കുന്നുവെങ്കിൽ തന്നെ തിരിച്ചറിയും. അല്ലെങ്കിൽ അയ്യോ സീതയാണെന്ന് കരുതി വേഗം സന്തോഷിക്കും.
അതറിയാൻ വേണ്ടിയിട്ടാണ് സതീദേവി സീതയുടെ രൂപം സ്വീകരിച്ചു. കണ്ടാലൊരു സംശയമില്ല, സീതാദേവി തന്നെ. അങ്ങനെ സീതയുടെ ആ രൂപമായിട്ട് മാറിയിട്ട് വേഗം ശ്രീരാമന്റെ മുൻപിലേക്ക് ചെന്നു. ഒന്നും സംസാരിച്ചില്ല, വെറുതെ തൊഴുത് നിന്നേ ഉള്ളൂ. ശ്രീരാമന്റെ മുന്നിൽ ഇങ്ങനെ തൊഴുതുകൊണ്ട് നിന്നു. അപ്പോഴാണ് തന്റെ മുന്നിൽ ആരോ വന്ന് നിൽക്കുന്നു എന്ന് മനസ്സിലാക്കിയ ശ്രീരാമൻ ഒന്ന് മുഖമുയർത്തി നോക്കി. അപ്പൊ തന്നെ ചോദിച്ച ചോദ്യം ഇതാണ്: പ്രേമദസ്ത്വം സതി ബ്രൂഹി ക്വ ശംഭുസ്തേ നമോഗത. അല്ലയോ സതീദേവി, എന്തേ ഇവിടുന്ന് ഒറ്റയ്ക്ക് വന്നത്? എവിടെയാണ് ആ ദേവിയുടെ ഭർത്താവായിട്ടുള്ള ശ്രീ പരമേശ്വരൻ? മുഖമുയർത്തി നോക്കിയ അടുത്ത നിമിഷം ചോദിച്ച ചോദ്യം. തന്റെ മുൻപിൽ നിൽക്കുന്നത് സീതയാണോന്ന് ഒരു സംശയം ഉണ്ടായില്ല. കണ്ടതും അപ്പ ചോദിച്ചു. അപ്പൊ സതിക്ക് അബദ്ധം തോന്നി. പരീക്ഷിക്കാൻ പുറപ്പെട്ടിട്ട് കള്ളി വെളിച്ചത്തായല്ലോ. താൻ ആരാണെന്നുള്ളത് ശ്രീരാമൻ തിരിച്ചറിഞ്ഞു. അത് ആ ഭഗവാനിൽ വൈഷ്ണവാംശം പൂർണ്ണമായിട്ടുള്ളത് കൊണ്ട് തന്നെയാണ്. എന്തിനാണ് ഈ രാമാവതാരവും കൃഷ്ണാവതാരവും ഒക്കെ ഇങ്ങനെ സ്വീകരിച്ചത്? അതൊക്കെ മനുഷ്യരെ പലതും ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് മനുഷ്യ വേഷം കെട്ടിയെന്നേ ഉള്ളൂ. അപ്പൊ മനുഷ്യരെ പോലെ തന്നെ, നമ്മളെ പോലെയൊക്കെ തന്നെ സാധാരണ മനുഷ്യർ പ്രകടിപ്പിക്കുന്ന സങ്കടവും സന്തോഷവും ഒക്കെ പ്രകടിപ്പിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പൊ തനിക്ക് അബദ്ധം പറ്റി, താൻ ശ്രീരാമനെ തെറ്റിദ്ധരിച്ചിട്ടാണ് പരീക്ഷിക്കാൻ വേണ്ടി പുറപ്പെട്ടത്. പ്രത്യേകിച്ച് മറുപടി ഒന്നും പറഞ്ഞില്ല. അപ്പോ സതീദേവിയോട് ചോദിക്കുന്നുണ്ട് ശ്രീരാമൻ, എന്തേ ആ ദേവി ഇങ്ങനെ ഒരു രൂപം സ്വീകരിച്ചു വന്നത്? ഇപ്പൊ നമ്മൾ എത്രയായാലും, ഇപ്പൊ ഈ ഭാഗവത സപ്താഹത്തിലൊക്കെ കാണാറുണ്ട്, നരസിംഹ അവതാരത്തിന് നരസിംഹ വേഷം കെട്ടി. എത്ര വേഷം കെട്ടിയാലും ആ നരസിംഹത്തിന്റെ പ്രഭാവം ഉണ്ടാവും. ആലോചിച്ചു നോക്കൂ. വെറും എന്താണ്, ഒരു നാടകം എന്നതിനപ്പുറത്തേക്ക് ഭഗവാൻ നരസിംഹമായി വരണതിന്റെ 7 അയലത്ത് പോലും ആ രൂപം വരില്ല. കഴിഞ്ഞ ദിവസം ഒരു ഇതിൽ കണ്ടു, നരസിംഹവും ഹിരണ്യകശിപുവും ഒക്കെ ഉണ്ട്, സപ്താഹവേദിയിലാണ്. പാവം നരസിംഹത്തിന് മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങാൻ പറ്റണില്ല. ഹിരണ്യകശിപുവായിട്ട് വേഷം കെട്ടിയ ആള് കൈ പിടിച്ച് ഇറക്കി. എന്നിട്ടാണ് യുദ്ധം ഉണ്ടായത്. ആ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ആ സിറ്റുവേഷൻ, ആ സീനൊന്നും മനസ്സിൽ കണ്ടു നോക്കൂ, എങ്ങനെ ഉണ്ടാവും? നരസിംഹം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഉള്ളിലുള്ള സങ്കല്പം എന്ന് പറഞ്ഞാൽ ഈ ലോകം മുഴുവൻ കീഴടക്കി ഭരിച്ച ഹിരണ്യകശിപുവിനെ വെല്ലാൻ പോകുന്ന ശക്തിയാണ്. ഈ വേഷം കെട്ടി ആടിയ ആൾക്ക് കയ്യിലുള്ള ആയുധം കൊണ്ട് താഴേക്ക് ഇറങ്ങാൻ പറ്റണില്ല. എന്നിട്ട് മറ്റേ ആള് കൈ പിടിച്ച് ഇറക്കിയിട്ടാണ് പിന്നെ തമ്മിൽ തല്ല് തുടങ്ങിയത്. എന്തിനാണ് ഈ വേഷം കെട്ടാൻ പോണത്? നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂട്ടില്ലാത്ത കാര്യം. അപ്പോ ഇവിടെ സതീദേവിക്ക് അബദ്ധം മനസ്സിലായി. ശ്രീരാമനോട് ആ ശ്രീരാമനെ ഒന്ന് നമസ്കരിച്ചു, അവിടുന്ന് പോന്നു. തിരിച്ചു വന്നപ്പോഴേക്കും സതീദേവിക്ക് ബോധ്യമായി ഭഗവാൻ പറഞ്ഞത് താൻ വേണ്ടതുപോലെ ഉൾക്കൊള്ളാത്തത് കൊണ്ട്, തൻ്റെ ഭർത്താവിൻ്റെ വാക്കിനെ താൻ വേണ്ട ശരിയായ രീതിയിൽ സ്വീകരിച്ചില്ല. അപ്പൊ തൻ്റെ പതിയായിട്ടുള്ള ആ മഹാദേവന്റെ വാക്കിൽ തനിക്ക് സംശയം ഉണ്ടായി. അതുകൊണ്ടാണല്ലോ പരീക്ഷിക്കാൻ പുറപ്പെട്ടത്. തിരിച്ചെത്തുമ്പോഴേക്കും സതിയുടെ മുഖം വിവർണമായി മാറിക്കഴിഞ്ഞു എന്നാണ്. ഒരബദ്ധം പറ്റി, തനിക്കൊരു തെറ്റ് പറ്റി എന്ന് ദേവിക്ക് തോന്നലുണ്ടായി. അങ്ങനെ മടങ്ങി സതീദേവി എത്തുമ്പോഴേക്കും എന്തായി? ഭഗവാൻ മനസ്സുകൊണ്ട് സതീദേവിയെ ഉപേക്ഷിക്കൽ കഴിഞ്ഞു എന്നാണ്. സതീദേവിയെ ഇനി തനിക്ക് ഇങ്ങനെ ഒരു പത്നി ഇല്ല. മനസ്സുകൊണ്ട് തന്റെ പത്നിയെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ദാമ്പത്യത്തിന്റെ മുന്നോട്ടുള്ള പോക്ക് പ്രയാസമാണ്. നമുക്ക് ഈ ഭാര്യാഭർത്തൃ ജീവിതത്തിൽ ആദ്യം വേണ്ടത് മാനസികമായിട്ടുള്ള അടുപ്പാണ്. അതില്ല എങ്കിൽ നമ്മൾ എത്ര കാലം ഒരു ഗൃഹത്തിൽ താമസിച്ചാലും 4 ചുവരിന്റെ ഉള്ളിൽ 2 വ്യക്തികൾ ജീവിക്കുന്നു എന്നേ പറയാൻ പറ്റുള്ളൂ. മാനസികമായിട്ടൊരു ഐക്യമില്ല, അടുപ്പമില്ല. 2 പേരും 2 ധ്രുവങ്ങളിൽ എപ്പോഴോ വരണം. ഓരോരുത്തരും അവരവർക്ക് സമയമാകുമ്പോൾ ഭക്ഷണം കഴിക്കണം. അധികം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കലോ പറയലോ ഇല്ല. നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒന്നിച്ച് ജീവിക്കുന്നു എന്ന് മാത്രം. അപ്പൊ മാനസികമായിട്ടുള്ളൊരു അകൽച്ച വന്നാൽ പിന്നെ ആ ജീവിതം തുടരണതിൽ അർത്ഥമില്ല. അതുതന്നെയാണ് ഭഗവാൻ കാണിച്ചു തന്നത്. ഇവിടെ മനസ്സുകൊണ്ട് ഉപേക്ഷിക്കൽ കഴിഞ്ഞു. ഇനി പ്രത്യക്ഷത്തിലുള്ള സതീ ദേഹത്യാഗം സംഭവിക്കുന്നത് ദക്ഷന്റെ യാഗശാലയിലാണ് എന്നേ ഉള്ളൂ.
അപ്പോഴേക്കും ദേവന്മാര് പുഷ്പവൃഷ്ടി ചെയ്തു എന്നാണ്. കാരണം അന്ന് ഭഗവാൻ പറഞ്ഞ വാക്കാണത്. എൻ്റെ വാക്കിൽ എപ്പോഴാണോ വിശ്വാസമില്ലാതെയാവുന്നത് അന്ന് ഞാൻ ഉപേക്ഷിക്കും. മനസ്സുകൊണ്ട് ഉപേക്ഷിക്കൽ ഇവിടെ കഴിഞ്ഞു. അവിടുന്ന് മടങ്ങുകയും ചെയ്തു. പിന്നീടാണ് ആ ദക്ഷയാഗത്തിൻ്റെതായ ആ കഥയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. കുറച്ചു കാലം കഴിഞ്ഞു. ഒരിക്കൽ ഈ ദക്ഷപ്രജാപതി അനേകം ദേവന്മാര് ഒക്കെ കൂടിയിരിക്കുന്നതായ ഒരു യാഗ സദസ്സിൽ, സത്രസദസ്സിൽ നിന്നാണ്. എല്ലാവരും മഹർഷിമാരും ദേവന്മാരും ഒക്കെ ഒത്തുചേർന്നുകൊണ്ട് ഉള്ള ഒരു സത്രം. അപ്പൊ അതിൻ്റെ അധ്യക്ഷ പദവിയിലേക്ക് നിയോഗിക്കപ്പെട്ടത് ഈ ദക്ഷപ്രജാപതിയാണ്. അപ്പൊ അധ്യക്ഷനായിട്ടിരിക്കുന്ന ആൾ, നമുക്കറിയാം, നമ്മൾ ഏതൊരു കൂട്ടായ്മ, ഏതൊരു യോഗമാണെങ്കിലും അതിനൊരു സമ്പ്രദായമുണ്ട്. അതിനെ നിയന്ത്രിക്കേണ്ട ആളാണ് അധ്യക്ഷൻ. അധ്യക്ഷനാണ് ആ യോഗം എപ്പോൾ തുടങ്ങണം, ആദ്യം എന്താണ് വേണ്ടത്, ഈശ്വര പ്രാർത്ഥന, സ്വാഗതം പറയുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, അവസാനം അതിൻ്റെ കൃതജ്ഞത രേഖപ്പെടുത്തുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നത് ഈ അധ്യക്ഷനാണ്. അപ്പോൾ അധ്യക്ഷന് നമ്മൾ ഒരു ആദരവ് കൊടുക്കും. ഈ സദസ്സിലേക്ക് കടന്നു വരുന്ന ദക്ഷനെ ദേവന്മാരും മഹർഷിമാരും എല്ലാവരും എഴുന്നേറ്റ് ആദരിച്ചു. തൻ്റെ അച്ഛൻ അവിടെയുണ്ട്, ബ്രഹ്മാവ് അവിടെയുണ്ട്. വേഗം ചെന്നു ബ്രഹ്മാവിനെ ഒന്ന് നമസ്കരിച്ചു. അപ്പോഴാണ് ദക്ഷൻ ശ്രദ്ധിച്ചത്, താൻ കടന്നു വന്നപ്പോൾ എല്ലാവരും എഴുന്നേറ്റുവെങ്കിലും ഈ ബ്രഹ്മാവ് എഴുന്നേറ്റില്ല. ഒപ്പം തന്നെ സതിയെ വിവാഹം ചെയ്ത ആ ശിവനും എഴുന്നേറ്റില്ല. ബ്രഹ്മാവ് എഴുന്നേറ്റില്ലെങ്കിലും സാരമില്ല, തൻ്റെ അച്ഛനാണ്. എന്നാൽ ഈ തൻ്റെ മകളെ വിവാഹം ചെയ്ത ആൾ ശിവനെ സംബന്ധിച്ചിടത്തോളം താൻ ആരാണ്? ഭാര്യാപിതാവാണ്. ഭാര്യാപിതാവിനും സ്വന്തം അച്ഛൻ്റെ സ്ഥാനം കൽപ്പിക്കേണ്ടതാണ്. അപ്പോൾ പിതൃസ്ഥാനമുള്ള എന്നെ കണ്ടിട്ടും എന്തുകൊണ്ടാണ് ഈ ശിവൻ എഴുന്നേൽക്കാത്തത്? കുറച്ച് ദേഷ്യം വന്നുകൊണ്ടാണ്. നിസ്സാരമായ കാര്യങ്ങളിൽ, അല്ലെങ്കിൽ അല്പരസം എന്ന് പറയും, ചില മനുഷ്യർക്ക് അങ്ങനെയാണ്. അവർ പറയണതിനെ എതിർത്ത് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടാവില്ല. സഭയിൽ വെച്ച് അവരോട് എന്തെങ്കിലും കളിയായിട്ട്, നമ്മളുടെ നർമ്മമായിട്ടോ തമാശയായിട്ടോ പറഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് നീരസം. ഒന്ന് പറഞ്ഞ രണ്ടാം വാക്കിന് അവർ ഒന്നുകിൽ ഇറങ്ങിപ്പോവും, അല്ലെങ്കിൽ പെട്ടെന്ന് കോപിച്ചുകൊണ്ട് പ്രതികരിക്കും. ഇത് ഈ അല്പരസമുള്ളവരുടെ ഒരു ലക്ഷണമാണ്. അവരെപ്പോഴും നമ്മളിങ്ങനെ ഉയർത്തി ഉയർത്തി വെച്ചുകൊണ്ടിരിക്കണം. അവരെപ്പോഴും ഇങ്ങനെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പൊ ഈ അഹങ്കാരം കൊണ്ട്, രജോ ഗുണത്തിന്റെ ആധിക്യം കൊണ്ട്, അഹങ്കാരം കൊണ്ട് ദക്ഷനും തന്നെ ബാക്കിയുള്ളവരെ ആദരിച്ചു എന്ന് കരുതിയാൽ പോരെ, എല്ലാവരും എഴുന്നേറ്റു, നന്നായി. ഒന്നോ രണ്ടോ പേര് എഴുന്നേറ്റില്ല, ശ്രദ്ധിക്കണ്ടെന്ന് വിചാരിച്ചുള്ള. പക്ഷെ ദക്ഷൻ അങ്ങനെയല്ല തോന്നിയത്. വേഗം ആ സഭയിൽ അങ്ങോട്ട് വന്നു. അവിടെ കൂടിയിരുന്നവരോടായിട്ട് പറയാൻ തുടങ്ങിയതാണ്. ഏതേഹി സർവേച സുരാസുരാവൃശം നമന്തി മാം വിപ്രവരാസ്തധർഷയ കഥം ഹ്യസോ ദുർജനവൻ മഹാമനാത്വഭൂത്വയ പ്രേതപിശാച സംവൃത ശ്മശാനവാസി നിരപത്രവോ ഹ്യയം കഥം പ്രണാമം ന കരോതി മേധുന ലുപ്തക്രിയോ ഭൂതപിശാച സേവിതോ മത്തോ വിധോ നീതി വിദൂഷകഃ സദാ പാഖണ്ഡിനോ ദുർജന പാപശീല ദൃഷ്ട്വാദിജം പ്രോദ്ധത നിന്ദകാശ വധ്വാം സദാ സക്തരതി പ്രവീണ തസ്മാദം ശക്തുമഹം പ്രവൃത്ത. ദക്ഷൻ ശിവനെ നിന്ദിക്കാൻ തുടങ്ങി. ദേവന്മാരോടായിട്ട് അഭിസംബോധന ചെയ്തുകൊണ്ട് പറയാണ്, അല്ലയോ ദേവന്മാരെ, എന്നെ കണ്ടിട്ടും എന്തുകൊണ്ടാണ് എൻ്റെ പുത്രിയെ വിവാഹം ചെയ്ത ഈ ശിവൻ എഴുന്നേൽക്കാത്തത്? അങ്ങേരെ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ കൂടെയുള്ളവരും സാമാന്യം പോലെ ആണെങ്കിലാണല്ലോ കൂട്ടുകെട്ട് എന്ന് നമ്മൾ പറയും. നല്ല കൂട്ടുകെട്ട്, ചീത്ത കൂട്ടുകെട്ട്. കൂടെയുള്ളവർക്ക് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ, വിവേകം ഉണ്ടെങ്കിൽ അവർ നല്ലത് പറഞ്ഞു കൊടുക്കും. നല്ല ആൾക്കാരുമായിട്ടാണ് നമുക്ക് സൗഹൃദമെങ്കിൽ കുറച്ചൊക്കെ അവരുടെ ആ സ്വഭാവം നമുക്കും പകർന്നു കിട്ടും. ഇത് ഈ ശിവന്റെ കൂടെയുള്ള ഭൂതഗണങ്ങൾ എങ്ങനെയുള്ളവരാണ്? പ്രേത, പിശാച
ഇനി പാർവതീ സ്വയംവരത്തില് പറയണുണ്ട്, ഭഗവാന്റെ ഒപ്പം വരുന്ന ആ ശിവഗണങ്ങൾ അകമ്പടിയായിട്ട് വരുമ്പോൾ അവരുടെ ഒരു ആ ഒരു വരവ്, ആ ആഘോഷത്തെക്കുറിച്ച് പറയണുണ്ട്. ഒരെണ്ണം സാമാന്യം പോലെ ഇല്ലാന്ന്, കണ്ടാൽ തന്നെ പൈശാചിക ഭാവം, ഭയാനകമായിട്ടുള്ള, മറ്റുള്ളവർക്ക് ഭയമുണ്ടാക്കുന്ന രൂപത്തില് ഈ ഭൂതപ്രേത പിശാചുക്കളുമായിട്ടാണ് സംഘം. ഈ ശിവൻ വസിക്കുന്നത് എവിടെയാണ്? ശ്മശാനത്തിലാണ്, ശ്മശാനവാസി. ഇനി നല്ല വസ്ത്രം ധരിക്കില്ല, നല്ല ആഭരണങ്ങൾ ധരിക്കില്ല, ഇങ്ങനെ തുടങ്ങി എപ്പോഴും അമംഗളരൂപിയായിട്ട് അശിവമായിട്ട് ഉള്ള അങ്ങനെ സഞ്ചരിക്കുന്ന ഇദ്ദേഹത്തിന്, ഈ ശിവന് എൻ്റെ പുത്രിയെ കൊടുക്കേണ്ടി വന്നുവല്ലോ. അത് ഞാൻ വേണമെന്ന് വിചാരിച്ചിട്ടല്ല, എൻ്റെ അച്ഛനായിട്ടുള്ള ബ്രഹ്മാവ് നിർദ്ദേശിച്ചത് കൊണ്ട് മാത്രമാണ്. അച്ഛൻ്റെ വാക്കിനെ അനുസരിച്ചു എന്നേ ഉള്ളൂ, എനിക്ക് താല്പര്യം ഉണ്ടായിട്ടല്ല. ഇങ്ങനെ ശിവനിന്ദയെ ചെയ്യാൻ തുടങ്ങിയ ദക്ഷനെ, അപ്പോഴാണ് ശിവഗണങ്ങളിൽ പ്രധാനിയായിട്ടുള്ള നന്ദികേശ്വരൻ ആ ദക്ഷനെ ശാസിച്ചുകൊണ്ട് ഈ ലോകനാഥനായിട്ടുള്ള യോഗീശ്വരനായിട്ടുള്ള ആ ശിവനെ, ശ്രീപരമേശ്വരനെ നിന്ദിക്കാനോ ഉപദേശിക്കാനോ ഒന്നും താങ്കൾക്ക് എന്ത് അർഹതയാണുള്ളത്, താങ്കൾക്ക് എന്ത് യോഗ്യതയാണുള്ളത്, എന്താണ് ശിവമഹത്വം എന്ന് താങ്കൾക്ക് അറിയില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ആ ശിവമഹിമയെ നന്ദികേശ്വരൻ പറഞ്ഞു കേൾപ്പിച്ചുകൊണ്ട് ദക്ഷനെ ശാസിക്കാൻ തുടങ്ങി. അപ്പൊ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ശാപകോലാഹലം, ദക്ഷൻ ശിവഗണങ്ങളെ ശപിക്കുന്നു, അപ്പോൾ നന്ദികേശ്വരൻ തിരിച്ച് ദക്ഷനെ ശപിക്കാൻ തുടങ്ങി. നിനക്ക് ആടിന്റെ ശിരസ് വെച്ചുകൊണ്ട് ജീവിക്കാൻ ഉള്ള ഒരവസരം ഉണ്ടാവട്ടെ, ഇടവരട്ടെ എന്നിങ്ങനെ. അപ്പോൾ തിരിച്ച് ദക്ഷനും ശപിക്കുന്നുണ്ട്, നിങ്ങളൊക്കെ പാഖണ്ഡ മതികളായിട്ട് തീരട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരസ്പരം അങ്ങനെ ശാപകോലാഹലത്തോട് കൂടിയിട്ട് ആ സഭ അവിടെ അവസാനിക്കുകയും എല്ലാവരും പിരിഞ്ഞു പോവുകയും ചെയ്തു. ഇതൊക്കെ കേൾക്കുമ്പോഴും ഭഗവാൻ അപ്പോഴും നിർവൈരം ശാന്തവിഗ്രഹം, ഈ ദക്ഷനെ ശപിക്കുന്ന നന്ദികേശ്വരനെ ഭഗവാൻ ഒന്ന് ഉപദേശിക്കുന്നുണ്ട്. എന്തിനാണ് ഈ ദുർജനങ്ങൾ, അല്ലെങ്കിൽ ഉള്ളിൽ കളങ്കമുള്ളവർ പലതും വിളിച്ചു പറയും, നമ്മൾ അതിനൊക്കെ പ്രതികരിക്കാൻ നിൽക്കാതിരിക്കുകയാണ് നല്ലത്. ഈ ഓരോരുത്തരും പറയണതിന് ഇപ്പൊ സമൂഹത്തിൽ പല അഭിപ്രായങ്ങൾ ഉണ്ടാവും. നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അവരെയൊക്കെ പറഞ്ഞു ബോധ്യപ്പെടുത്തി അവരുടെ ഇതിനൊക്കെ മറുപടി പറയാനൊന്നും സാധിക്കില്ല. നമുക്ക് ഉചിതമെന്ന് തോന്നുന്നത്, ന്യായമെന്ന് തോന്നുന്നതിനെ ചെയ്തോളുക. അല്ലാതെ എല്ലാറ്റിനും മറുപടി പറഞ്ഞ് എല്ലാവരെയും ബോധിപ്പിച്ചുകൊണ്ട് ഒരു കാര്യം നമുക്ക് നടത്താൻ പറ്റില്ല. ഒരു സംഗതി നമ്മൾ തീരുമാനിച്ചു, നടത്താൻ പുറപ്പെട്ടു. ഇപ്പൊ ശിവപുരാണം 11 ദിവസം നീണ്ടു നിൽക്കുന്ന ഇത് ചെയ്യാൻ വേണ്ടി പുറപ്പെട്ടു. ഒരുപാട് പ്രതികൂലമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും. എങ്ങനെയെങ്കിലും ഇത് നടത്താതിരിക്കാൻ വേണ്ടി, എങ്ങനെയെങ്കിലും ഇത് മുടക്കണം എന്ന് കരുതിയിട്ട് ചിലപ്പോൾ പ്രവർത്തിക്കുന്നവരുണ്ടാവാം. സ്വാഭാവികമാണ്, സമൂഹത്തിൽ എല്ലായിടത്തും അത്തരത്തിലുള്ളവരുണ്ടാവും. അതൊന്നും ശ്രദ്ധിച്ചിട്ട് കാര്യമില്ല. ഇത് ഭംഗിയായി നടക്കേണ്ടതാണ് എങ്കിൽ, നടത്തപ്പെടേണ്ടതാണ് എങ്കിൽ സംശയമൊന്നുമില്ല, ആ ഭഗവത് ഇച്ഛ, ആ ഭഗവത് അനുഗ്രഹം നമ്മളുടെ ഒപ്പം ഉണ്ടാവും. അതിന് എല്ലാ അനുകൂലമായ സാഹചര്യങ്ങളും ഒരുക്കി തരും. അപ്പൊ എന്തിനാണ് നീ ആ ദക്ഷനെ ശപിക്കാൻ പോണത്, ദക്ഷന്റെ കൂടെയുള്ളവരെ ശാസിക്കാൻ പോണത് എന്നിങ്ങനെ നന്ദികേശ്വരനെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു. അവിടുന്ന് എല്ലാവരും പിരിഞ്ഞുപോയി എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു കാര്യം ഇവിടെ പറഞ്ഞ് അവസാനിപ്പിച്ചു. ഇനി തുടർന്നുള്ള കഥകളെ പറയുകയാണ്. ഇപ്പൊ ദക്ഷയാഗം ആരംഭിക്കുമ്പോൾ ദേവന്മാരൊക്കെ ഈ യാഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോകുന്നു, ദേവപത്നിമാരോട് കൂടിയിട്ട്. അത് അറിയുന്നില്ല എന്നാണ്, സതീദേവി ഇതിനെക്കുറിച്ചൊന്നും ആദ്യം അറിയുന്നില്ല. തൻ്റെ അച്ഛൻ ഒരു വലിയ യാഗം നടത്താൻ പോവുകയാണ്. പക്ഷേ ഈ ദേവന്മാരുടെ യാത്ര കണ്ടപ്പോൾ ധരാഗൃഹേവിതാനേന സഖീഭി പരിപാലിത ദാക്ഷായണീ മഹാക്രീഡാശകാര വിവിധാ സതി. സതീദേവി ഒരിക്കൽ ഈ രംഗം കാണുകയാണ്. ദേവന്മാര് ദേവപത്നിമാരോടുകൂടി
ദക്ഷന്റെ യാഗശാലയിലേക്ക് യാത്രയാവുന്നു. അപ്പൊ ചന്ദ്രപത്നിയായിട്ടുള്ള രോഹിണിയോടുകൂടി ചന്ദ്രനും രോഹിണിയും കൂടിയിട്ട് പോകുന്നത് കണ്ടപ്പോൾ ആ രോഹിണി ചോദിച്ചു എന്നാണ്, സതി നീ വരുന്നില്ലേ? ആ നിന്റെ കൊട്ടാരത്തില് നിന്റെ അച്ഛൻ ദക്ഷൻ ഒരു യാഗം ആരംഭിച്ചിട്ടുണ്ടല്ലോ, അതിന് പങ്കെടുക്കാൻ നീ വരുന്നില്ലേ? ഇപ്പോഴാണ് സതീദേവി അത് അറിയണത്. വലിയ സങ്കടം തോന്നിയെന്നാണ്. നമ്മളുടെ ഗൃഹത്തിൽ ഒരു ചടങ്ങ് നടക്കുമ്പോൾ മറ്റാരെങ്കിലും പറഞ്ഞിട്ട് നമുക്കത് അറിയേണ്ടി വരിക വളരെ സങ്കടകരമായ ഒരു അവസ്ഥയാണ് അല്ലേ? അച്ഛനുണ്ട്, അവിടെ അമ്മയുണ്ട്, സഹോദരിമാരുണ്ട്, ഇവരാരും തന്നെ ഇത് പറഞ്ഞിട്ടില്ല. അവിടേക്ക് പങ്കെടുക്കാൻ വേണ്ടി പോകുന്ന ഒരാള് വിളിച്ചു ചോദിക്കുക, അതേ വരുന്നില്ലേ? വലിയ വേദന തോന്നി ആ സതീദേവിക്ക്. പക്ഷേ ആ വേദന മറച്ചുകൊണ്ട് പോകണമെന്ന ആഗ്രഹത്തോടു കൂടിയിട്ടാണ് വേഗം ഭഗവാന്റെ മുന്നിൽ എത്തി. എന്നിട്ടാണ് പ്രാർത്ഥിച്ചത്, ദക്ഷപിതാമേ മാതാജ വീരിണീ നൗകുതസ്സതി ആഹ്വാനം ന കരോതി സ്മ വിസ്മൃതാമാം പ്രിയാം സുതാം. വേഗം ഭഗവാന്റെ അടുത്തെത്തിയിട്ട് പ്രാർത്ഥിക്കുകയാണ്, പിതുർമമ മഹാന്യജ്ഞോ ഭവതീതി മയാശ്രുതം. അവിടെ അങ്ങയുടെ ഭാര്യാപിതാവും എൻ്റെ അച്ഛനുമായാണ്. രണ്ടു ബന്ധവും പറയണമല്ലോ, അല്ലാതെ എൻ്റെ ഗൃഹത്തിൽ എൻ്റെ അച്ഛൻ നടത്തുന്ന യാഗം അതിന് നമുക്ക് പോകണ്ടേ എന്ന് ചോദിച്ചാൽ ഭർത്താവ് ചിലപ്പോൾ പറയും, അതെന്തിനാ ഞാൻ വരണത്, നിന്റെ ഗൃഹം നിന്റെ അച്ഛൻ അല്ലേ? അത് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങയുടെ ഭാര്യാപിതാവ് കൂടിയായ ദക്ഷൻ, താങ്കൾക്ക് ഒരു ബന്ധമുണ്ടല്ലോ, അകന്ന ബന്ധമാണെങ്കിലും ഭാര്യാപിതാവ് എന്ന് പറഞ്ഞാൽ നിസ്സാരം തള്ളിക്കളയാൻ പറ്റുമൊന്നുമില്ലല്ലോ. അപ്പോ ആ ദക്ഷൻ നടത്തുന്ന യാഗത്തിന് പങ്കെടുക്കാൻ എൻ്റെ ഗൃഹത്തിലേക്ക് കൊട്ടാരത്തിലേക്ക് പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, നമ്മൾ പോകേണ്ടതല്ലേ? അപ്പൊ ഭഗവാൻ അതിന് മറുപടി പറഞ്ഞു, ദക്ഷസ്തവ പിതാദേവി മമദ്രോഹി വിശേഷത. സതി, എന്തിനാണ് ആ ദക്ഷൻ ഇപ്പോൾ യാഗം ചെയ്യുന്നത്? എന്നെ അപമാനിക്കാനാണ്, യാതൊരു സംശയമില്ല. അവിടെ അന്ന് ഉണ്ടായ കോലാഹലത്തിന്റെ ബാക്കിയാണ്, എന്നെ അപമാനിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ യാഗം. രണ്ടാമത്തെ കാരണം, നമ്മളെ വിളിച്ചിട്ടില്ല, നമ്മളെ ക്ഷണിച്ചിട്ടില്ല. അനാഹുദാശയേ ദേവി ഗച്ഛന്തി പരമന്ദിരം അവമാനം പ്രാപ്നുവന്തി മരണാത് അധികം തഥാ. ഇതൊരു പൊതു നിയമമാണ്. ക്ഷണിക്കാത്ത ഇടത്തേക്ക് കയറി ചെന്നാൽ അവിടെ വെച്ച് നമുക്ക് അപമാനം നേരിട്ടാൽ അത് മരണതുല്യമായ അവസ്ഥയാണ്, അതിലും ഭേദം മരിക്കുകയാണ്. നമ്മൾ ക്ഷണിച്ച ഒരു ദിക്കിലേക്ക് കയറി ചെന്നാൽ പിന്നെ സംശയിക്കാനില്ല, വിളിച്ചിട്ട് വന്നതാണ്. ഒന്നുകിൽ ക്ഷണപത്രിക അയച്ചിരുന്നു, അല്ലെങ്കിൽ ഒരാൾ വന്ന് നേരിട്ട് ക്ഷണിച്ചു, അവിടേക്കാണ് നമ്മൾ കടന്നു ചെല്ലുന്നത്. എന്നാൽ ക്ഷണിക്കാത്ത ഒരിടത്തേക്ക് കയറി ചെല്ലുമ്പോൾ ആരെങ്കിലും ചോദിച്ചാൽ എങ്ങനെ ഉണ്ടാവും? എന്തിനാ അവിടെ വന്നത്? ക്ഷണിച്ചിട്ടില്ലല്ലോ. എന്താവും നമ്മളുടെ അവസ്ഥ? വിളിച്ചിട്ടില്ല, ആരും വിളിച്ചിട്ടില്ല, വിളിക്കാതെ വന്നതാണ്. അപ്പൊ അപമാനം നേരിടേണ്ടി വരാം, അതുകൊണ്ട് പോവാതിരിക്കുകയാണ് വേണ്ടത്. എന്നെ നിന്ദിക്കാൻ വേണ്ടി മനഃപൂർവ്വം യാഗം ചെയ്യുന്ന ആളാണ് ദക്ഷൻ, അതുകൊണ്ട് പോകേണ്ടതില്ല. പക്ഷെ ഇവിടെ ഭഗവാന് അറിയാം, എന്തായാലും സതീദേവിക്ക് ഈ ശരീരം ഉപേക്ഷിക്കാൻ സമയമായി, ആ സമയം അടുത്തു. അത് അറിയുന്ന ഭഗവാൻ പോകാൻ അനുമതി കൊടുക്കുകയാണ് ഒടുവിൽ. യദ്യേവം തേ രുചിർദേവി തത്ര ഗന്തും അവശ്യകം സുവ്രതേ വചനാന്മേത്വം ഗച്ഛ ശീഘ്രം പിതൃമഖം ഏതം നന്ദിനമാരുഹ്യ വൃഷഭം സജ്ജമാതരാൽ ഭൂഷിതം വൃഷമാരോഹേത്യുക്ത്വാ രുദ്രേണ സാ സതി സുച്ഛത്ര ചാമരാദീനി സദ്വസ്ത്രാഭരണാനി ച. വേഗം നന്ദികേശ്വരനോട് പറഞ്ഞു, ഒരുക്കങ്ങൾ ചെയ്യൂ. അപ്പോ ആ പ്രധാന വൃഷഭമാണ് നന്ദി. രണ്ടും വ്യത്യാസമുണ്ട് കേട്ടോ. ഭഗവാന്റെ വാഹനം നന്ദി, ഭഗവാന്റെ ഗണങ്ങളിൽ പ്രധാനി നന്ദീശ്വരൻ, നന്ദികേശ്വരൻ, രണ്ടും വേറെ വേറെയാണ്. വാഹനവും ഈ ഭൂതഗണങ്ങളിൽ ശിവഗണങ്ങളിൽ പ്രധാനിയായിട്ടുള്ള നന്ദികേശ്വരനും വേറെ വേറെയാണ്. ഇനി നന്ദികേശ്വരനെയൊക്കെ കുറിച്ച് ശിവപുരാണം ഇനി പറയാൻ പോകുന്നുണ്ട്. അപ്പോൾ ആ വാഹനമായിട്ടുള്ള നന്ദിയെ കൊണ്ടുവന്നു നിർത്തി അതില് ദേവിയെ അലങ്കരിച്ച് അതിൻ്റെ മുകളിൽ കയറ്റിയിരുത്തി
ശിവഗണങ്ങളൊക്കെ തന്നെ ആ ഭഗവാൻ പറഞ്ഞതനുസരിച്ച് ദേവിയെ അനുഗമിക്കുകയാണ്. അങ്ങനെ അവിടെ നിന്ന് യാത്ര തിരിച്ചു, യാഗശാലയിലേക്കുള്ള യാത്ര. ആ ശിവഗണങ്ങളും ആ ശിവഗണങ്ങളുടെ അകമ്പടിയോട് കൂടിയിട്ട് യാഗശാലയിലേക്ക് എത്തിച്ചേർന്നു സതീദേവി. യാഗശാലയിലേക്ക് പ്രവേശിക്കുമ്പോൾ വേഗം തന്നെ അമ്മയും അനുജത്തിമാരൊക്കെ ഓടി വന്നു സ്വീകരിക്കാൻ. പക്ഷെ അതൊന്നും ശ്രദ്ധിച്ചില്ല ദേവി. എന്താണ് തൻ്റെ അച്ഛൻ ദക്ഷന്റെ ആ മനോഭാവം? ദക്ഷൻ സതിയെ കണ്ട ഭാവം പോലും നടിച്ചില്ല എന്നാണ്, ശ്രദ്ധിച്ചേ ഇല്ല എന്നാണ്. ഒരാളങ്ങനെ വന്ന് തൻ്റെ മുന്നിൽ നിൽക്കുന്നു എന്ന് പോലും ശ്രദ്ധിച്ചില്ല എന്നാണ്. അപ്പൊ തൻ്റെ അച്ഛൻ തന്നെ കണ്ടിട്ടും കണ്ട ഭാവം നടിക്കുന്നില്ല, അഥവാ മുഖത്തൊരു നീരസമാണ്, എന്തിനാ വന്നത് എന്നുള്ളൊരു ഭാവമാണ്. അവിടെ യാഗത്തിന്റെ ചടങ്ങുകൾ നടക്കുന്നു. എല്ലാ ദേവന്മാർക്കും പ്രത്യേകമായിട്ട് സ്ഥാനം കൽപ്പിച്ചിട്ടുണ്ട്. എന്നാൽ തൻ്റെ ഭർത്താവായിട്ടുള്ള ആ ദേവദേവനായിട്ടുള്ള മഹാദേവന് മാത്രം ഒരു സ്ഥാനം കൽപ്പിച്ചിട്ടില്ല. അത് കണ്ടപ്പോൾ വല്ലാത്ത സങ്കടം തോന്നി. അതുപോലെ തന്നെ ദേഷ്യം വന്നു. അവിടെ കൂടിയിരിക്കുന്ന ദേവന്മാരോടായിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ദക്ഷൻ ചെയ്യുന്ന യാഗത്തിന് അനുകൂലമായിട്ട് നിലകൊള്ളുന്നത്? എന്നിട്ട് അങ്ങനെ ആ ശിവമഹിമയെ കുറിച്ച് പറയുകയാണ്. ഹേ വിഷ്ണോത്വം മഹാദേവം കിം ന ജാനാസി തത്വത പുരാ പഞ്ചമുഖോ ഭൂത്വാ ഗർവിതോസി സദാശിവം കൃതചതുർമുഖസ്തേന വിസ്മൃതോസി തദത്ഭുതം ഹേ സുരാ കിം ന ജാനീത മഹാദേവസ്യ വിക്രമം. അല്ലയോ മഹർഷിമാരെ, ദേവന്മാരെ, എന്തുകൊണ്ടാണ് നിങ്ങൾ ആ മഹാദേവനെ ശ്രീപരമേശ്വരനെ വിളിക്കാത്ത ഈ യാഗത്തിൽ നിങ്ങൾ പങ്കെടുക്കുന്നത്? ശിവമഹത്വത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയില്ലേ? അറിയാതെയാണോ? എന്തുകൊണ്ട് നിങ്ങൾ ഈ ശിവനിന്ദ ചെയ്യുന്ന ഈ ദക്ഷൻ നടത്തുന്ന യാഗത്തിൽ പങ്കെടുക്കുന്നു? അപ്പൊ അത് കേൾക്കുന്ന ദക്ഷൻ ദേഷ്യപ്പെട്ടുകൊണ്ട് സതിയോട് പറഞ്ഞു, നീ അധികം സംസാരിക്കേണ്ടതില്ല, വേണമെങ്കിൽ ഇതിൽ പങ്കെടുക്കാം, അല്ലെങ്കിൽ മടങ്ങിപ്പോയിക്കോളൂ. താല്പര്യമില്ലെങ്കിൽ മടങ്ങിപ്പോയിക്കോളൂ, അല്ലെങ്കിൽ ഇവിടെ നിന്നോളൂ, അധികം സംഭാഷണം ചെയ്യേണ്ട. വീണ്ടും സതീദേവി എല്ലാവരോടുമായിട്ട്, അച്ഛൻ ഉൾപ്പെടെ ദക്ഷൻ ഉൾപ്പെടെയുള്ളവരോടായിട്ട് ശിവമഹിമയെ പറഞ്ഞു കേൾപ്പിച്ചു എന്നാണ്. ആരാണോ ശിവനിന്ദ ചെയ്യുന്നത്, ആരാണോ ഈശ്വരനിന്ദ ചെയ്യുന്നത്, അത് കേൾക്കുന്നവര്, ഒരാൾ ഈശ്വരനിന്ദ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്, നമ്മൾ അടുത്തു നിന്ന് അത് കേട്ടു. നിന്ദിക്കുന്നവനും കേൾക്കുന്നവനും ഒരേപോലെയാണ്, തുല്യ നരകമാണ് അനുഭവിക്കേണ്ടി വരിക. അപ്പോൾ നമ്മൾ ഈശ്വരനിന്ദയെ കേൾക്കുകയാണെങ്കിൽ എന്തു വേണം? ഒന്നുകിൽ അവിടെ നിന്ന് മാറിപ്പോവുക ദൂരേക്ക്, അല്ലെങ്കിൽ ഈ ഈശ്വരനിന്ദ ചെയ്യുന്നവനെ ശിക്ഷിക്കുക. ശിക്ഷിക്കാൻ കഴിവുണ്ടെങ്കിൽ ശിക്ഷിക്കുക, അല്ലെങ്കിൽ അത് കേൾക്കാതെ അവിടുന്ന് മാറിപ്പോവുക. ഇവിടെ ഈ ശിവനിന്ദയെ ചെയ്യുന്ന ആള് എൻ്റെ അച്ഛനാണ്. ഒരു മകൾ എന്ന നിലയിൽ അച്ഛനെ ശിക്ഷിക്കാൻ തനിക്ക് നിർവാഹമില്ല. ഇനി ഞാനിവിടുന്ന് മടങ്ങിപ്പോവാമെന്ന് കരുതിയാലോ? മടങ്ങി ഞാൻ എവിടേക്കാ ചെല്ലേണ്ടത്? വീണ്ടും ആ ഭഗവാന്റെ അടുത്തേക്ക് തന്നെയാണ്. അവിടെ ചെല്ലുമ്പോൾ ഭഗവാൻ ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കും, സ്നേഹം കൂടുമ്പോൾ വിളിക്കും. ദാക്ഷായണി എന്നാ വിളിക്കുക. അതെന്താണ്? ദക്ഷന്റെ പുത്രി എന്നാണ്. അപ്പോൾ എനിക്ക് ഓർമ്മ വരിക, ഈ ഏറ്റവും അധികം ശിവനിന്ദ ചെയ്ത ദക്ഷന്റെ പുത്രി ആയതുകൊണ്ടാണല്ലോ എനിക്ക് ഈ പേര് വന്നത്. അപ്പൊ ഈ സംഭവം പിന്നെയും എന്നെ ഇങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. എത്രയൊക്കെ ആണെങ്കിലും ആ പേര് പോവില്ല. ദക്ഷന്റെ പുത്രിയായി ഇരിക്കണത്തോളം കാലം ദാക്ഷായണി എന്നുള്ള പേര് നിലനിൽക്കും. ഒരുപാട് ശിവനിന്ദ ചെയ്ത, ഏറ്റവും വലിയ ശിവദ്വേഷിയായ ദക്ഷന്റെ പുത്രി, എന്നിട്ടോ അതേ ശിവന്റെ പത്നിയായിട്ടിരിക്കുക. അതുകൊണ്ട് ഇനി ഞാൻ മടങ്ങിപ്പോവാനും ആഗ്രഹിക്കുന്നില്ല. ശിവമഹിമയെയാണ് അവിടെ വെച്ച് ആ സദസ്സിനോടായിട്ട്, ലോകത്തിനോട് മുഴുവനുമായിട്ട് ദേവി ഉപദേശിച്ചു കൊടുത്തത്. എന്താണ് ശിവമഹിമ? ശിവേതി ദക്ഷരം യസ്യ നൃണാം നാമഗിരേരിതം സഹൃൽ പ്രസംഗാത് സകലമഘമാശു വിഹന്തിതൽ പവിത്രകീർത്തിമമലം ഭവാൻ ദ്വേഷ്ടി ശിവേതര അലംഘ്യശാസനം ശംഭുമഹോ സർവേശ്വരം ഖല
യത്പാദപത്മം മഹതാം മനോളി സുനിഷേവിതം സർവാർത്ഥതം ബ്രഹ്മരസൈ സർവാർത്തിഭി അധാദരാൽ യൽജക്ഷരം നാമഗിരേരിതം നൃണാം. ശിവനാമത്തിന്റെ മഹത്വം നമ്മൾ മുൻപ് പറഞ്ഞു, വീണ്ടും പറയുന്നു. 2 അക്ഷരമുള്ളത് എന്നാണ് കേട്ടോ, 5 അക്ഷരമല്ല. അതിനി വേറെ പറയാൻ പോകുന്നു. ശിവ എന്നുള്ള ശബ്ദത്തിന്റെ മഹിമ. ആരാണോ ശിവനാമത്തെ ഒരിക്കലെങ്കിലും അറിഞ്ഞോ അറിയാതെയോ ഉച്ചരിക്കുന്നത്, ആ ശിവനാമത്തെ ഉച്ചരിച്ചാൽ തന്നെ, ജപിച്ചാൽ തന്നെ പാപമെല്ലാം നശിക്കുന്നു എന്നാണ്. പാപമെല്ലാം അഗ്നിയിൽ ഭസ്മമാക്കി തീരുന്നു എന്നാണ്. എത്രയധികം മാലിന്യങ്ങൾ ഉണ്ടെങ്കിലും അത് അഗ്നിക്ക് അതിനെ ചാമ്പലാക്കാൻ നിമിഷ നേരം മതി. അതേപോലെ എത്ര അധികം പാപങ്ങൾ ഉണ്ടെങ്കിലും അതിനെ നശിപ്പിക്കാൻ ആ ശിവനാമം ഒന്ന് മാത്രം മതി എന്നാണ്. അവഗീരജടാഭൂതൈ ശ്മശാനേ സ കപാലധൃക് തന്മാല്യഭസ്മവാജ്ഞാത്വാ പ്രീത്യാവസുതാരഥി. ബ്രഹ്മാദി ദേവന്മാർ പോലും ശ്രീപരമേശ്വരൻ ധരിച്ചിരിക്കുന്ന ആ വിഭൂതി, ഭഗവാൻ ശരീരത്തിൽ ധരിച്ചിരിക്കുന്ന വിഭൂതിയുടെ ഭസ്മത്തിന്റെ ഒരംശമെങ്കിലും തങ്ങൾക്ക് കിട്ടണമെന്ന് കരുതിയിട്ടാണ് ഭഗവാൻ സഞ്ചരിക്കുമ്പോൾ ഭഗവാന്റെ പിന്നാലെ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നു ബ്രഹ്മാദി ദേവന്മാർ. ആ ഭഗവാന്റെ നിർമാല്യത്തെ സ്വീകരിക്കാൻ ശ്രദ്ധയോടുകൂടിയിട്ട് ഭഗവാനെ അനുഗമിക്കുന്നവരാണല്ലോ ഹേ ദേവന്മാരെ നിങ്ങൾ. ഇനി മനുഷ്യർ പൊതുവെ ലോകത്തിൽ 2-3 തരത്തിൽ കാണാൻ പറ്റുന്നതാണ്. ഒന്ന്, ഒരു കൂട്ടർ നല്ലതിനെ കണ്ടാൽ അതിനെ പറയും, മറ്റുള്ളവരിൽ മറ്റൊരാളിൽ നല്ലത് കണ്ടാൽ അതിനെ ചൂണ്ടിക്കാണിക്കും, അതിനെക്കുറിച്ച് പറയും. രണ്ടാമത്തെ കൂട്ടർ നല്ലതും ചീത്തയും, തെറ്റും ശരിയും, തെറ്റ് കണ്ടാൽ തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കും, ശരി കണ്ടാൽ അത് ശരിയായിട്ട് നന്നായി എന്ന് അതിനെ അഭിനന്ദിക്കും. മൂന്നാമത്തെ കൂട്ടരാണ് കുറ്റം മാത്രം കണ്ടുപിടിക്കുക, ദോഷൈക ദൃക്ക് എന്നാണ്. നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവച്ചാൽ അതിലെങ്ങനെയെങ്കിലും ഒരു കുറ്റം കണ്ടെത്താൻ ശ്രമിക്കുന്നതാണ്. സാമ്പാറൊക്കെ ഉണ്ടാക്കി കഷ്ടപ്പെട്ട് രാവിലെ എഴുന്നേറ്റ് പാകം ചെയ്ത് മുമ്പിൽ കൊണ്ടുവച്ചു, 4 ഇഡ്ഡലിയും കുറേ സാമ്പാറും, 4-5 ഇഡ്ഡലിയും കുറേ സാമ്പാറും കഴിച്ച ശേഷം പറയുക 2 തിളയുടെ കുറവുണ്ട് സാമ്പാറിന്. അയാൾക്ക് സാമ്പാറിൽ എന്തൊക്കെ കഷ്ണാടുന്നതെന്ന് പോലും അറിയില്ല, അവനാണ് അഭിപ്രായം പറയേണ്ടത്. 2 തിളയുടെ കുറവുണ്ട്, വെറുതെ പറയുക. എന്തെങ്കിലും കുറ്റം പറയാതെ കഴിച്ചാൽ ഒരു സുഖമില്ല. അങ്ങനെയുള്ള മനുഷ്യരുമുണ്ട്. ദോഷൈക ദൃക്ക് എന്ന് പറയും. നല്ലത് പറയേയില്ല, എപ്പോഴും ദോഷം മാത്രം അന്വേഷിച്ച് കണ്ടുപിടിക്കുന്ന. അപ്പൊ ആ കൂട്ടത്തിൽ പെടുന്ന ആളാണ് ദക്ഷനാണ്. കുറ്റം, ദോഷം മാത്രമേ കാണുന്നുള്ളൂ. ശിവന്റെ ദോഷം എന്നാണ്. അശിവമായ വേഷം ധരിച്ചു എന്നത് മാത്രമാണ് അദ്ദേഹത്തിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ദോഷം. അമംഗളമായിട്ട്, മംഗളമല്ല അശുഭമായിട്ടുള്ളതിനെ, അല്ലെങ്കിൽ നമുക്ക് കാഴ്ചയിൽ പെട്ടെന്ന് അയ്യേ മോശമെന്ന് തോന്നുന്ന രീതിയിൽ വസ്ത്രധാരണ ആണെങ്കിലും ശരീരത്തിലെ ആഭരണങ്ങളാണെങ്കിലും അതേ പറയാനുള്ളൂ. പക്ഷേ വാസ്തവത്തിൽ ആരാണ് ശിവം? ശിവകരം ശാന്തം. ആ ഭഗവാൻ എന്താണ് നമുക്ക് നൽകുക? ശിവമാർഗ പ്രണേതാരം. ശിവമായ മാർഗത്തെ നമുക്ക് പ്രദാനം ചെയ്യുന്ന ആളാണ്, കാണിച്ചു തരുന്ന ആളാണ്. അപ്പൊ ശിവമഹിമയെ പറഞ്ഞുകൊണ്ട്, ശിവനാമത്തിന്റെ മഹിമയെ പറഞ്ഞുകൊണ്ടാണ് ആ സതീദേവി അവിടെ ദേഹത്യാഗം ചെയ്യാൻ തയ്യാറായി. മടങ്ങിപ്പോകുന്നില്ല എന്ന് നിശ്ചയിച്ച് തൻ്റെ ആ ശരീരത്തെ അവിടെ വെച്ച് ഉപേക്ഷിക്കാൻ വേണ്ടി മൗനീഭൂത സതീദേവി സ്മൃത്വാ സ്വപതി മാതരാൽ, ശിവപദങ്ങളെ, തൻ്റെ പതിയായിട്ടുള്ള പ്രാണനാഥനായിട്ടുള്ള ശ്രീപരമേശ്വരന്റെ പാദങ്ങളെ സ്മരിച്ചുകൊണ്ട് അവിടെ അങ്ങനെ ഇരുന്നു യാഗശാലയിൽ. എന്നിട്ടാണ് ഏകാഗ്രമാക്കി അങ്ങനെ പ്രാണായാമം ചെയ്ത് പ്രാണങ്ങളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് തന്നിലെ തന്നെ യോഗശക്തി കൊണ്ട് ആ ശരീരത്തിലുള്ള അഗ്നിയെ അങ്ങോട്ട് വർദ്ധിപ്പിച്ചു എന്നാണ്. അങ്ങനെയാണ് ആ ശരീരം ഉപേക്ഷിച്ചത്. ദഗ്ധേഗാത്രേ വായുശുചി ധാരിതം യോഗമാർഗത. സതീദേവി ദേഹത്യാഗം ചെയ്തു. അത് കണ്ടതോടുകൂടി ആ ഭൂതഗണങ്ങളൊക്കെ വല്ലാതെ ഭയപ്പെട്ടു, വളരെ സങ്കടപ്പെട്ടു.
അവരൊക്കെ യാഗശാലയിലേക്ക് വന്ന് പ്രവേശിക്കാൻ തുടങ്ങി. അപ്പൊ യാഗശാലയിലേക്ക് ശിവഗണങ്ങൾ വന്ന് പ്രവേശിക്കുന്നത് കണ്ട് പെട്ടെന്ന് തൽക്കാലം അവരെ പുറത്താക്കാൻ വേണ്ടി ഭൃഗു മഹർഷി ഒരു ആഭിചാരമൊക്കെ ചെയ്തു. അവരെ പുറത്താക്കി. അവര് ആ കൈലാസത്തിലേക്ക് ഭഗവാന്റെ അടുത്തേക്ക് മടങ്ങുകയും ചെയ്തു. അപ്പോഴാണ് ഒരു അശരീരി കേട്ടു എന്നാണ്. രേ രക്ഷതുരാചാര ദംഭാചാരപരായണ കിംകൃതേ തേ മഹാമൂഢ കർമ്മചാനർത്ഥകാരകം സാ സത്യേർവാചിതാ നിത്യം സർവസൗഭാഗ്യദായിനി മാഹേശ്വരി സ്വഭക്താനാം സർവമംഗളദായിനി സാ സത്യേർവാചിതാ നിത്യം സംസാരഭയനാശിനി മനോഭീഷ്ടപ്രദാ ദേവി സർവോപദ്രവഹാരിണി. അവിടെ ഒരുപാട് തരത്തിലുള്ള ദുർനിമിത്തങ്ങൾ കാണാൻ തുടങ്ങി. പല ദുശകുനങ്ങളും കാണാൻ തുടങ്ങി. ഭൂകമ്പം ഉണ്ടാവുക, പർവ്വതങ്ങൾ പൊട്ടി വീഴുക, പകൽ സമയത്ത് ആകാശത്തിൽ നിന്ന് നക്ഷത്രങ്ങൾ ഉൽക്കാപതനം പോലെയുള്ള അല്ലെങ്കിൽ നക്ഷത്രങ്ങൾ പൊട്ടി വീഴുന്നത് പോലെയുള്ള കാഴ്ചകൾ, അതിശക്തമായിട്ടുള്ള കാറ്റ്, പൊടിപടലങ്ങളെ പറത്തിക്കൊണ്ടുള്ള കാറ്റ് വീശുക, ആകാശത്തിലൊക്കെ കാർമേഘങ്ങൾ വന്ന് മൂടുക, മിന്നൽ പിണരുണ്ടാവുക, ഇങ്ങനെയുള്ള പല ദുശകനങ്ങളും കാണിക്കാൻ തുടങ്ങി. അപ്പൊ ഈ ദേവി, ആ പരാശക്തി അംശമായിട്ടുള്ള സതീദേവി ഇവിടെ വെച്ച് ദേഹത്യാഗം ചെയ്തത് അത് വളരെ കഷ്ടമായി പോയി എന്ന രീതിയിൽ അത് ഒരു അമംഗളമാണ് എന്ന സൂചന അവിടെയൊക്കെ ആ ദുശകനങ്ങളെ കൊണ്ട് പ്രകടമായി കഴിഞ്ഞു. ഈ ഭൂതഗണങ്ങളൊക്കെ മടങ്ങി വന്നു ഭഗവാന്റെ അടുത്ത് സങ്കടപ്പെട്ടുകൊണ്ട് ആ സതീ ദേഹത്യാഗത്തെ കുറിച്ച് പറയുകയാണ്. ചുഗോപാതിദ്രുതം രുദ്രോ രൗദ്രപരാക്രമ. സ്വതവേ ശിവകരം ശാന്തപ്രകൃതമാണ് എങ്കിലും ഇവിടെ ഭഗവാൻ കോപത്തെ സ്വീകരിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ്? ലോകത്തെ പഠിപ്പിക്കാൻ. ദക്ഷനെ മാത്രം പഠിപ്പിച്ചാൽ പോരാ, ലോകത്തിനെ മുഴുവൻ ബോധ്യമാക്കി കൊടുക്കണം. അതിനു വേണ്ടിയിട്ടാണ് കോപം സ്വീകരിച്ചു. ഉൽപ്പാട്ടി ഏകാം ജഡാം രുദ്രോ, തൻ്റെ ജഡാമുടിയിൽ നിന്നും ഒന്ന് എടുത്ത് നിലത്തടിച്ചു. അത് തന്നെ രണ്ടായിട്ട് പിളർന്നു എന്നാണ് ആ ജഡ. അതിൽ നിന്നാണ് വീരഭദ്രനും ഭദ്രകാളി ദേവിയും ആവിർഭവിച്ചത്. അയാ മഹാഭയങ്കരാതാത ഭൂതകോടിഭിരാവൃത മഹാകാളീ സമുൽപ്പന്ന തജ്ജടാ പരഭാഗത. ആ ജടയുടെ ഒരു ഭാഗത്തു നിന്ന് വീരഭദ്രനും മറുഭാഗത്തു നിന്ന് ഭദ്രകാളി ദേവിയും ആവിർഭവിച്ചു. വീരഭദ്രൻ ചോദിക്കുകയാണ് ഭഗവാനോട്, അല്ലയോ മഹാദേവ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? സമുദ്രം ശോഷിപ്പിക്കണോ? പർവ്വതങ്ങളെ ചൂർണമാക്കി പൊടിയാക്കി മാറ്റണോ? ഞാൻ എന്താണ് ചെയ്യേണ്ടത്? പറയൂ. ഇവിടെ ഭഗവാൻ ആ ത്രിശൂലത്തെ നൽകിക്കൊണ്ട് അവിടെ നിയോഗിച്ചു. യാഗശാലയിൽ, ദക്ഷന്റെ യാഗശാലയിൽ പോകുക, ദക്ഷനെ തന്നെ നിഗ്രഹിക്കുക, ആ യാഗശാല പൂർണ്ണമായിട്ട് നശിപ്പിച്ചു മടങ്ങി വരുന്നു. അങ്ങനെ അവിടുന്ന് ആ വീരഭദ്രനും ഭദ്രകാളി ദേവിയും ശിവഗണങ്ങളോടുകൂടി പുറപ്പെട്ട് ആ യാഗശാല നശിപ്പിക്കുകയും ദക്ഷന്റെ ശിരസ് തന്നെ പിഴുതെടുത്ത് അഗ്നിയിൽ ആഹൂതി ചെയ്യുകയുമാണ്. ഇത്രയും പറഞ്ഞ് ദക്ഷയാഗത്തിന്റെ ഒരു ഘട്ടം പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോഴാണ് അവിടെ മറ്റൊരു സന്ദർഭം. ഈ വീരഭദ്രന്റെ നേതൃത്വത്തിൽ ശിവഗണങ്ങൾ യാഗശാലയിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് അതിനെ തടയാൻ വേണ്ടിയിട്ട്, പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ദക്ഷൻ ആ മഹാവിഷ്ണുവിനെ ശരണം പ്രാപിക്കുകയാണ്. അപ്പോൾ അവിടെ വെച്ച് ആ ഭഗവാൻ ദക്ഷന്റെ ചെയ്തികളെ വിമർശിച്ചുകൊണ്ട്, അങ്ങ് ശിവനിന്ദ ചെയ്തതും ആ ശിവദ്വേഷിയായി ഇരുന്നു കൊണ്ട് ഈ യാഗം ചെയ്തതുമൊക്കെ ഒരു തരത്തിൽ തെറ്റായി പോയി, അബദ്ധമായി പോയി എന്ന് മാത്രമല്ല, ഇപ്പോൾ എനിക്കും അങ്ങയെ സഹായിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ആ ദക്ഷന് ഭഗവാൻ കൊടുക്കുന്ന ഉപദേശം. ഈ കഥകളെ പറഞ്ഞു വരുന്ന സന്ദർഭത്തിലാണ് യാദൃശ്ചികമായിട്ട് അവിടെ ഒരു കഥാഭാഗത്തെ കൂട്ടിച്ചേർത്ത് ഈ സംവാദങ്ങൾക്കിടയിൽ മഹർഷിമാര് ചോദിക്കുന്ന അടുത്തൊരു സംശയത്തിന്റെ മറുപടി എന്ന രീതിയിലാണ്
ആ മൃത്യുഞ്ജയ രുദ്രനായിട്ടുള്ള ഭഗവാന്റെ മഹിമയെ പറയുന്ന മന്ത്രങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള മന്ത്രം ആണ് ആ മൃത്യുഞ്ജയ മന്ത്രം. അതിൻ്റെ മഹിമയെ കുറിച്ച്, ഇതിന്റെ പ്രാധാന്യത്തെ കുറിച്ച്, അതിന്റെ പ്രഭാവത്തെ കുറിച്ചിട്ടാണ് ഇവിടെ ഒരു ചോദ്യം ഉന്നയിക്കുന്നത്. അപ്പൊ ഈ ദക്ഷയാഗം കഥയുടെ അവസാന ഘട്ടത്തിലാണ് ഈ ഒരു സംവാദം കടന്നു വരിക. തുടർന്ന് അങ്ങോട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ആ മൃത്യുഞ്ജയ മന്ത്രത്തിന്റെ ഒരു വ്യാഖ്യാനമാണ്. അപ്പോൾ ദക്ഷയാഗം വർണ്ണിച്ച് അവസാനിപ്പിച്ചു. ദക്ഷന്റെ ശിരസ് തന്നെ പിഴുതെടുത്ത് അഗ്നിയിൽ ഹോമിച്ചുകൊണ്ട് യാഗശാല മുഴുവൻ അഗ്നിക്കിരയാക്കുകയും അവിടെ അതിന് പങ്കെടുത്തതായിട്ട് ദേവന്മാർക്കും മഹർഷിമാർക്കും ഒക്കെ ഒട്ടേറെ പേർക്ക് അംഗഭംഗങ്ങളെ വരുത്തിയും ഒക്കെയാണ് ആ യാഗം പൂർണ്ണമാക്കാൻ പറ്റാതെ, പൂർത്തീകരിക്കുന്നതിന് മുൻപ് ഇടയ്ക്ക് വെച്ച് തന്നെ അതിന് ഭംഗമുണ്ടായി, എല്ലാം നശിച്ചു. വളരെ വേദനയോടുകൂടി ഇങ്ങനെ ഒരു ആപത്ത് വന്നു ചേർന്നുവല്ലോ, ദേവന്മാർക്കൊക്കെ വല്ലാത്ത വേവലാതിയായി. അവരെല്ലാവരും കൂടി ആ ഭഗവാനെ കാണാൻ വേണ്ടി, ഭഗവാനെ സ്തുതിക്കാൻ വേണ്ടി കൈലാസത്തിലേക്ക് പുറപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കഥ അവിടെ സമർപ്പിക്കുന്നത്. മൃത്യുഞ്ജയ മന്ത്രത്തിന്റെ മഹാത്മ്യം. അപ്പൊ മുൻപ് നമ്മൾ പറഞ്ഞു വന്ന ദക്ഷയാഗം കഥയുടെ അനുബന്ധമായിട്ടാണ് ഇവിടെ ചോദിക്കുമ്പോൾ ആ സൂതൻ മഹർഷിമാരുടെ സംശയത്തിന് മറുപടിയായിട്ട് ഈ മൃത്യുഞ്ജയ മന്ത്രം, മൃത്യുഞ്ജയ രുദ്രൻ എന്ന സങ്കല്പത്തിൽ ആ ഭഗവാനെ മൃത്യുഞ്ജയ മന്ത്രം കൊണ്ട് ആരാധിക്കാറുണ്ടല്ലോ. അത് ആർക്കൊക്കെ ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഒരു പ്രാധാന്യം എന്താണ്? അപ്പോൾ ഇവിടെ ക്ഷുവൻ എന്ന രാജാവും ദധീജി എന്ന മഹർഷിയും തമ്മിൽ നടന്ന ഒരു മത്സരം അല്ലെങ്കിൽ ഒരു തർക്കം, അതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലാണ് ഈ ദധീജിക്ക് പ്രാണരക്ഷാർത്ഥമായിട്ട് അസുരഗുരുവായിട്ടുള്ള ശുക്രൻ ഉപദേശിക്കുന്ന രീതിയിലാണ് ഈ മന്ത്രത്തിനെ ഇവിടെ നമുക്ക് പരിചയപ്പെടുത്തുന്നത്. ഈ ക്ഷുവനും ദധീജനും അവരുടെ കുട്ടിക്കാലം വിദ്യാഭ്യാസം ചെയ്യേണ്ട സമയത്ത് ഒരേപോലെ ഒരേ ഗുരുകുലത്തിൽ ഒരു ഗുരുവിൻ്റെ അടുത്ത് ശിഷ്യന്മാരായിട്ട് ജീവിച്ചവരാണ്. നമുക്കാണെങ്കിലും നമ്മൾ കുട്ടിക്കാലത്ത് ഒന്നിച്ച് ഒരു ഗുരുകുലത്തിൽ അല്ലെങ്കിൽ ഒരു വിദ്യാലയത്തിൽ പഠിച്ചു വളർന്നവർ പിന്നീട് എല്ലാവരും ഒരേ മേഖലയിലാവണമെന്നില്ല. നമ്മളൊക്കെ പല ജോലികൾ തേടിപ്പോയി, പല വഴിക്ക് പല ഇടങ്ങളിൽ താമസം ആക്കി, വളരെ കാലത്തിന് ശേഷമായിരിക്കാം പിന്നീട് കണ്ടുമുട്ടുക. ചിലപ്പോൾ കണ്ടാൽ തിരിച്ചറിയ പോലും അല്ലേ. ഇങ്ങോട്ട് പരിചയപ്പെടുത്തുമ്പോഴാണ് ഞാൻ നിന്റെ കൂടെ 10 വർഷം അല്ലെ ഒരേ ബെഞ്ചിൽ ഇരുന്ന് പഠിച്ചതാണെന്നൊക്കെ പറയുമ്പോഴാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുക. ഇവിടെ ഈ ക്ഷുവനും ദധീജിയും വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞു ഗുരുകുലത്തിൽ നിന്ന് മടങ്ങിപ്പോയി. ഇപ്പൊ ക്ഷുവൻ രാജകുമാരനായിരുന്നത് കൊണ്ട് കാലാന്തരത്തിൽ അദ്ദേഹം രാജാവായിട്ട് മാറുകയാണ്. രാജ്യം ഭരിക്കുന്ന ഒരു രാജാവായിട്ട്, ഭരണാധികാരിയായിട്ട് മാറി. ദധീജി അദ്ദേഹം ഒരു താപസകുലത്തിലായതുകൊണ്ട് തപോവൃത്തിയിൽ അങ്ങനെ മുഴുകി ജീവിക്കുകയും ചെയ്യുന്നു. കുറെ കാലത്തിന് ശേഷം ഇദ്ദേഹത്തിന് തോന്നി തൻ്റെ കൂട്ടുകാരനായിട്ടുള്ള അക്ഷുവൻ ഇപ്പോൾ രാജപദവിയിൽ ഇരിക്കുന്നു, ഒന്ന് കാണണം, ഒരു സന്തോഷം, വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല, ഒന്ന് കണ്ട് ആ ഒരു ഓർമ്മ പുതുക്കണം എന്ന ഒരു വിചാരത്തോടു കൂടിയിട്ട് ഈ ദധീജി ക്ഷുവന്റെ കൊട്ടാരത്തിലെത്തുകയാണ്. അങ്ങനെ കൊട്ടാരത്തിലേക്ക് എത്തിയപ്പോൾ ഈ രാജാവ് പഴയ കാര്യങ്ങളൊക്കെ ഏറെക്കുറെ മറന്നു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് ഈ താപസ വേഷത്തിൽ വന്നതായിട്ടുള്ള ദധീജിയെ സ്വീകരിക്കാനൊന്നും ഒരു താല്പര്യം തോന്നിയില്ല. ഈ സന്യാസവേഷം, താപസവേഷത്തിൽ വരണ അദ്ദേഹത്തിനെ സ്വീകരിച്ച് ഉപചാരങ്ങൾ ചെയ്ത് എന്തോ തനിക്കൊരു പോരായ്മ ഉള്ളതുപോലെ, ഇങ്ങനെ ഒരാളെ താൻ ഒന്നിച്ചു പഠിച്ചതാണെന്നൊക്കെ പറയാൻ ചിലർക്ക് അങ്ങനെയാണ്. പിന്നീട് ഞങ്ങളൊക്കെ ഒന്നിച്ചു വിദ്യാഭ്യാസം ചെയ്തതാണ് എന്നൊക്കെ പറയാൻ ഒരു മടി. എന്തായാലും പരിചയഭാവം പോലും നടിച്ചില്ല, അതാണ് ഉണ്ടായത്.
ഈ രാജാവ് ഈ ഇദ്ദേഹത്തിനെ കണ്ടപ്പോൾ പരിചയമുണ്ട് എന്നുള്ള ഒരു രീതിയിൽ പോലും ആ ഒരു പ്രകടിപ്പിച്ചില്ല. അപ്പൊ ദധീജിക്ക് വലിയ സങ്കടമായിരുന്നു. അദ്ദേഹം കോപത്തോട് കൂടിയിട്ട് ഈ ക്ഷുവനോട് സംഭാഷണം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് രാജാവിനും പെട്ടെന്ന് ദേഷ്യം വന്നു. തൻ്റെ സദസ്സിൽ കടന്നു വന്ന് തൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് രാജപദവിയിലിരിക്കുന്ന തന്നോട് ആരാണ് ധിക്കാരപരമായിട്ട് സംസാരിക്കുന്നത്? അപ്പൊ രാജാവ് വേഗം ദേഷ്യപ്പെട്ടുകൊണ്ട് ആയുധമെടുത്തു എന്നാണ്. കയ്യിലൊരു വജ്രായുധം പോലത്തെ ഒരു ആയുധം എടുത്തു. ഈ ദധീജിയുടെ നേരെ അത് പ്രയോഗിക്കാൻ തുടങ്ങി. പെട്ടെന്ന് ആ ദധീജി തൻ്റെ ഗുരുനാഥനായിട്ടുള്ള ശുക്രമഹർഷിയെ സ്മരണ ചെയ്തു എന്നാണ്. ആ ആചാര്യനെ സ്മരിച്ചുകൊണ്ട് അപ്പോഴേക്കും ഈ ആയുധപ്രഹരമേറ്റ് മുറിവേറ്റു. അദ്ദേഹം താഴെ വീണു. അദ്ദേഹം ശരിക്കും മരിച്ചു. ഈ ദധീജി താഴെ വീണു. കഥ കഴിഞ്ഞു. പക്ഷേ മരിക്കുന്നതിന് മുൻപ് ഈ ആയുധം തൻ്റെ നേരെ പ്രയോഗിക്കാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിയ ദധീജി ആ ആചാര്യനായിട്ടുള്ള ശുക്രനെ സ്മരിച്ചു. അങ്ങനെയാണ് താഴെ വീണത്. അപ്പൊ തൻ്റെ ശിഷ്യൻ തന്നെ കാണാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കിയ ആ മഹർഷി വേഗം തന്നെ അവിടേക്ക് എത്തുകയാണ് എന്നാണ്. ഈ ദധീജിയുടെ അടുത്തേക്ക്, വീണുകിടക്കുന്ന ദധീജിയുടെ അടുത്തേക്ക് എത്തിച്ചേരുകയാണ്. അപ്പൊ നോക്കിയപ്പോ മരിച്ചു കിടക്കുകയാണ്. ഒട്ടും സംശയിച്ചില്ല. ആ ശരീരത്തിനടുത്തിരുന്നു കൊണ്ട് എന്താണ് മൃത്യുഞ്ജയ മന്ത്രം അത് തൊട്ട് ജപിച്ചു എന്നാണ്. അങ്ങനെ ആ മൃത്യുഞ്ജയ മന്ത്രം തൊട്ട് ജപിച്ചു. അല്പസമയം കഴിഞ്ഞപ്പോഴേക്കും പഴയതുപോലെ കണ്ണു തുറന്നു. ആ ജീവൻ ശരീരത്തിൽ വീണ്ടും പ്രവേശിച്ചു കഴിഞ്ഞു. യാതൊരു കുഴപ്പവും കൂടാതെ അവിടുന്ന് എഴുന്നേൽക്കുകയും ചെയ്തു. അപ്പോഴാണ് ദധീജന് ഈ മന്ത്രത്തിന്റെ ഒരു മഹത്വം മനസ്സിലായത്. മരിച്ചു പ്രാണൻ വിട്ടുപോയ ശരീരത്തിൽ നിന്നും ആ പ്രാണനെ തിരികെ കൊണ്ടുവരാനുള്ള കഴിവ് പോലും നാം മരണത്തിൽ നിന്ന് ജയിക്കാൻ, മരണത്തെ പരാജയപ്പെടുത്താനുള്ള ശക്തി കൂടി ഈ മന്ത്രത്തിനുണ്ട് എന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. അങ്ങനെ ഗുരുവിൽ നിന്ന് തന്നെ ആ മന്ത്രത്തെ ദീക്ഷയായിട്ട് സ്വീകരിച്ചു. അപ്പോൾ അങ്ങനെ അന്ന് കൊടുത്തതായ ആ മന്ത്ര ഉപദേശം അതിൻ്റെ ആ എല്ലാ ഓരോ അംഗങ്ങളെയും വ്യക്തമായി പറഞ്ഞു കൊടുത്തുകൊണ്ട് മഹാമൃത്യുഞ്ജയം, അതിനെ മൃത്യുഞ്ജയ രുദ്രൻ എന്നാണ് നമ്മൾ ആ ഭഗവാനെ ധ്യാനിക്കുക. നമ്മൾ ശിവ പൂജ ചെയ്യുമ്പോൾ, ശിവ ആരാധന ചെയ്യുമ്പോൾ വ്യത്യസ്തങ്ങളായ രീതിയിൽ വ്യത്യസ്ത സങ്കല്പങ്ങളിൽ ആരാധിക്കാറുണ്ട് എന്ന് മുൻപ് പറഞ്ഞു. ഇപ്പൊ കിരാതഭാവത്തിൽ ആരാധിക്കാറുണ്ട്. ദക്ഷിണാമൂർത്തി, ജ്ഞാനത്തിന്റെ ദേവതയായിട്ടുള്ള ദക്ഷിണാമൂർത്തി ഭാവത്തിൽ ആരാധിക്കാറുണ്ട്. അത് നമ്മൾ വിദ്യയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ശിവാരാധനയിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് ദക്ഷിണാമൂർത്തി എന്നുള്ള സങ്കല്പത്തിലാണ്. ജ്ഞാനായ വിദ്യാഗുരവേ നമോ നമ, ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം ഹൃദയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമ. എന്തിനാണ് ദക്ഷിണാമൂർത്തിയെ പൂജിക്കുന്നത്? ജ്ഞാനത്തിന്റെ മൂർത്തിയാണ്. അപ്പൊ നമ്മളിൽ ആ വിദ്യ വേണ്ടതുപോലെ പ്രകാശിക്കുവാൻ ആ ഭഗവാനെ നമുക്ക് വിദ്യാഗോപാലം പൊതുവെ നമ്മൾ പറയാറുണ്ട്, വിദ്യാഗോപാല മന്ത്രം. പക്ഷെ നമ്മൾ ശിവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ എന്നുള്ള മന്ത്രം ജപിക്കാൻ വൃത്തിയില്ല. കാരണം അത് ഈ ക്ഷേത്ര സമ്പ്രദായത്തിൽ വിരുദ്ധാണ്. നമ്മൾ ജപിക്കുന്നത് കൊണ്ട് തെറ്റില്ല, പക്ഷെ ക്ഷേത്രത്തിന്റെ ആ സങ്കേതത്തിൽ ഇവിടെ ശൈവമായിട്ടുള്ള ഒരു ആരാധനയാണ്. അപ്പൊ എന്തു വേണം? അവിടെ ആ വിദ്യയ്ക്ക് പ്രാധാന്യം അർഹിക്കുന്ന മന്ത്രം ദക്ഷിണാമൂർത്തി സ്തോത്രമാണ്. ദേവീ സന്നിധിയിലാണെങ്കിൽ നമ്മൾ സരസ്വതി ഭാവത്തിൽ ആരാധിക്കും. അത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ ദക്ഷിണാമൂർത്തിയായിട്ട് നമ്മൾ വിദ്യയ്ക്ക് വേണ്ടിയിട്ട് വിദ്യാർത്ഥികളൊക്കെ ആ ഭാവത്തിൽ ആരാധിക്കും. ക്ഷിപ്രപ്രസാദിയാണ് കിരാതം, കിരാതഭാവത്തിൽ ഭഗവാനെ ആരാധിക്കും. അതല്ല മൃത്യുഞ്ജയ രുദ്രനായിട്ട് എന്നാണ്.
അപ്പൊ മൃത്യുഞ്ജയ രുദ്രനായിട്ട് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ രോഗദുരിതങ്ങൾ ഉണ്ടാവുമ്പോൾ, അല്ലെങ്കിൽ മരണസമാനമായ ചില അവസ്ഥകളെ കടന്നു പോകുമ്പോൾ, ചിലരുടെയൊക്കെ ആയുസ്സില് ചില പ്രത്യേക കാലയളവിൽ, ചിലപ്പോൾ ചെറിയ കുട്ടിയായിരിക്കുമ്പോഴായിരിക്കാം, മറ്റു ചിലപ്പോൾ യുവാവായിട്ട് ആ യൗവനാവസ്ഥയിലാവാം, ഏതൊരവസ്ഥയിലാണെങ്കിലും ചില ദോഷങ്ങളെ കൊണ്ട് മരണസമാനമായ അനുഭവങ്ങൾ ഉണ്ടാവും എന്ന് ഒരുപക്ഷെ ജ്യോതിഷികളൊക്കെ പറയും. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് അതിനെ തരണം ചെയ്യാനായിട്ട്, ഇനി ഈ മരണം നടന്നു കഴിഞ്ഞാൽ, നമ്മുടെ ഗൃഹത്തിലൊരു മരണം, അതിന് ഈ ജ്യോതിഷത്തിൽ ചില നക്ഷത്രങ്ങളൊക്കെ ഇതായിട്ട് പറയും. ചില നക്ഷത്രങ്ങളിൽ മരണം സംഭവിച്ചാൽ, അവിട്ടം, ചതയം, അവിട്ടാദി പഞ്ചകം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. അങ്ങനെയുള്ള ചില നക്ഷത്രങ്ങളിൽ അവിട്ടം, ചതയം, പുനരുട്ടാതി, ഉത്രട്ടാതി, അവിട്ടം മുതൽ രേവതി വരെയുള്ള നക്ഷത്രങ്ങളിൽ മരണം സംഭവിച്ചാൽ അത് ആ ഗൃഹത്തിൽ മറ്റുള്ളവർക്ക്, അവശേഷിക്കുന്നവർക്ക് ചില പ്രയാസങ്ങളെ ഉണ്ടാക്കും. അങ്ങനെയൊക്കെയുള്ള ഒരു വിശ്വാസ പ്രമാണം നിലനിൽക്കുന്നുണ്ട്. അപ്പോഴും പറയണത് പ്രായശ്ചിത്തമായിട്ട് ശാന്തി ഹോമം ചെയ്യുക. അതിനെന്താണ് ഏറ്റവും പ്രാധാന്യപ്പെട്ടതായ ആ ഒരു കർമ്മം മൃത്യുഞ്ജയ ഹോമമാണ്. അപ്പോൾ മരണസമാനമായ അവസ്ഥകളിൽ നിന്ന് രക്ഷ നേടാൻ, അതുപോലെ തന്നെ ഈ പ്രാണൻ വിട്ടുപോയ, ശരീരം ഉപേക്ഷിച്ചവർക്ക് സദ്ഗതിയെ പ്രദാനം ചെയ്യാൻ, നമുക്കാവട്ടെ രോഗദുരിതങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ, മനുഷ്യന്റെ ശരീരത്തിലെ ഓരോ ധാതുക്കളെയും, ആ ഓരോ ധാതുക്കൾക്കും ബാധിക്കുന്നതായ രോഗദുരിതങ്ങളെ അതിന് ശുദ്ധി കൊടുക്കുക, ധാതുക്കളെ പുഷ്ടിപ്പെടുത്തുക, അതിന് ശുദ്ധി കൊടുക്കുക, അതിനെ ബാധിക്കുന്ന രോഗങ്ങളെ നീക്കുക. ഇതൊക്കെ ഇവിടെ ഉദ്ദേശമാണ്. ഇപ്പൊ സപ്തധാതുക്കൾ ഉണ്ട് എന്ന് നമുക്കറിയാം. ത്വക്ക്, മാംസം, മജ്ജ, രക്തം, ഇങ്ങനെയുള്ള ഈ ഓരോ ധാതുക്കളും, നമ്മുടെ ശരീരത്തിലുള്ള ഓരോ ധാതുക്കളും, അതിനൊക്കെ പല രീതിയിലാണ് രോഗം ബാധിക്കുക. ചിലപ്പോൾ തൊലിപ്പുറമേ ഉണ്ടാവുന്ന രോഗങ്ങളുണ്ട്, ത്വക്കിനുണ്ടാവുന്ന രോഗങ്ങൾ, രക്തത്തിനെ ബാധിക്കുന്ന രോഗങ്ങളുണ്ട്, രക്തദൂഷ്യം. ഈ രക്തദൂഷ്യം, അതിനാണല്ലോ നമ്മൾ രക്തത്തിന്റെ രോഗാവസ്ഥ അറിയാൻ അത് പരിശോധിച്ച് നോക്കും. ഇങ്ങനെ പലതരത്തിലുള്ള ഈ രോഗങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ഒരു രക്ഷ നേടാൻ കൂടി വേണ്ടിയിട്ടാണ് ഈ മന്ത്ര ഉപാസന. നമ്മളതിനെ മൃത്യുഞ്ജയ മന്ത്രം എന്ന് പറഞ്ഞാൽ അത് ജപിച്ചു കഴിഞ്ഞാൽ മരിക്കാതിരിക്കുമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അങ്ങനെ എവിടെയെങ്കിലും ഒരാളെ കാണിച്ചു തരാമോ, കുറെ കാലം മൃത്യുഞ്ജയ മന്ത്രം ജപിച്ച ആളാണ്, ഇതുവരെ മരിച്ചിട്ടില്ല? അങ്ങനെ സംഭവിക്കില്ല. മരണം സമയത്ത് സംഭവിക്കുക. എപ്പോഴാണോ ഈ ശരീരം ഉപേക്ഷിക്കേണ്ടത് അപ്പോൾ വീണു പോകും. എന്നാൽ ഈ മന്ത്രത്തിന്റെ ലക്ഷ്യം ഇന്നതൊക്കെയാണ്. അപ്പൊ ഇവിടെ മൃത്യുഞ്ജയ രുദ്രനായിട്ടുള്ള ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് എന്നാണ്. അപ്പൊ അതിന് ഒരു ധ്യാന ശ്ലോകം ഇവിടെ സൂചിപ്പിച്ചു. എങ്ങനെയാണ് ആ മൃത്യുഞ്ജയ രുദ്രനെ ധ്യാനിക്കേണ്ടത് എന്നാണ്. ഭഗവാൻ മൃത്യുഞ്ജയ രുദ്രനായിട്ട് ഇരിക്കുന്ന അവിടുന്ന് തൻ്റെ കയ്യിൽ ഹസ്താംഭോജ യുഗസ്ഥ കുംഭയുഗളാത് ഉദ്ധൃത്യ തോയം ശിര. മഹാദേവൻ മൃത്യുഞ്ജയ രുദ്രനായിട്ടിരിക്കുന്ന ഭഗവാൻ തൻ്റെ രണ്ട് കൈകളിലും രണ്ട് കുംഭം ധരിച്ചിരിക്കുന്നു, രണ്ട് കലശം ധരിച്ചിരിക്കുന്നു എന്നാണ്. എന്നിട്ടൊരു ജലാശയത്തിന്റെ മുന്നിൽ, അല്ലെങ്കിൽ ജലാശയത്തിൽ അരയ്ക്കൊപ്പം വെള്ളത്തിൽ ഇറങ്ങിയിരുന്നുകൊണ്ട് ആ ജലത്തിൽ തന്നെ, ആ മുന്നിലുള്ള ജലത്തെ തൻ്റെ കയ്യിലുള്ള കലശങ്ങളിലെടുത്ത് ഭഗവാൻ തന്നെ അഭിഷേകം ചെയ്യുന്ന രീതിയിൽ. അപ്പോ ഒരു കലശത്തിലെ ജലാഭിഷേകം ചെയ്യും, അടുത്ത കലശത്തിലെ ജലാഭിഷേകം ചെയ്യും. ഇങ്ങനെ വീണ്ടും വീണ്ടും ഈ ജലമെടുത്ത് ഇങ്ങനെ അഭിഷേകം ചെയ്ത് ശരീരം അങ്ങനെ ആർദ്രതനുവായിട്ട്, ഈ ജലം കൊണ്ട് നനഞ്ഞിരിക്കുന്ന ആർദ്രതനുവായിട്ടിരിക്കുന്ന സിഞ്ചന്തം കരയോർയുഗേന ദധതം സ്വാംഗേ സകുംഭൗ കരൗ അക്ഷ മൃഗഹസ്തമംബുജഗതം മൂർധസ്ഥചന്ദ്രശ്രവൽ പീയൂഷാർദ്രതനും ഭജേ സഗിരിജം ത്രക്ഷം ച മൃത്യുഞ്ജയം. ആ മൃത്യുഞ്ജയ രുദ്രനെ ധ്യാനിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ധ്യാന ശ്ലോകം ചൊല്ലിയിട്ട് വേണം ഈ മന്ത്രം ജപിക്കാനാണ്. പിന്നെ ആ മന്ത്രം എങ്ങനെയാണ്? ത്രയംബകം യജാമഹേ, അത് ഒരു പാദം. അടുത്തതോ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാൻ മൃത്യുർ മുക്ഷീയമാമൃതാൽ.
ഇങ്ങനെ പല പാദങ്ങളായിട്ട് വിഭജിച്ചിട്ടാണ് ആ മന്ത്രത്തെ കൽപ്പിച്ചിട്ടുള്ളത്. ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമവ ബന്ധന മൃത്യുർമുക്ഷീയമാമൃതാൽ. ത്രയംബകനെ യജിക്കുന്നു എന്നാണ്. ഞങ്ങൾ മന്ത്രം ജപിക്കുന്ന നമ്മൾ മൃത്യുഞ്ജയ രുദ്രനായിട്ടുള്ള ത്രയംബകനെ പൂജിക്കുന്നു, ആരാധിക്കുന്നു. എന്തുകൊണ്ടാണ് ശ്രീപരമേശ്വരന് ഈ ത്രയംബകൻ എന്ന് ഒരു പേര് വരാൻ കാരണം? അതിന് കാരണം ഇവിടെ പറഞ്ഞു. ത്രിലോക്യപിതരം ഗുരുപ്രഭും ത്രിമണ്ഡലസ്യ പിതരം ത്രിഗുണസ്യ മഹേശ്വരം ത്രിതത്വസ്യ ത്രിവഹ്നേശ ത്രിധാഭൂതസ്ഥ സർവദ ത്രിദിവസ്യ ത്രിബാഹോശ ത്രിധാഭൂതസ്യ സർവദ. 3 മണ്ഡലം, ഇതൊക്കെ യോഗശാസ്ത്രങ്ങളിലും പുരാണങ്ങളിലും തന്ത്രശാസ്ത്രങ്ങളിലും പൂജാവിധികളിലും ഒക്കെ പറയുന്നതാണ്. 3 മണ്ഡലങ്ങളാണ്. അഗ്നിമണ്ഡലം, സൂര്യമണ്ഡലം, ചന്ദ്രമണ്ഡലം. ഈ 3 മണ്ഡലങ്ങളുടെ ദേവനാണ്. 3 ഗുണങ്ങൾ, പ്രകൃതിയിൽ പ്രധാനമായിട്ട് 3 ഗുണങ്ങളാണ്. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ഈ 3 ഗുണങ്ങളുടെയും പ്രഭുവാണ്. 3 ലോകത്തിൻ്റെയും, താഴേക്കുള്ള ലോകങ്ങൾ, ഭൂമി, മുകളിലേക്കുള്ള ലോകങ്ങൾ. അങ്ങനെയാണ് 3 ലോകങ്ങൾ എന്ന് പറയുക. അതിനെ ഭൂമി, സ്വർഗം, പാതാളം എന്നൊക്കെ നമ്മൾ പുരാണങ്ങളിൽ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. 3 തരത്തിലാണ് അഗ്നികളുള്ളത് എന്നാണ്. ആഹവനീയാഗ്നി, ദക്ഷിണാഗ്നി, അതുപോലെ തന്നെ ഗാർഹപത്യാഗ്നി. ഈ 3 അഗ്നിക്കും 3 രീതിയാണ്. അഗ്നിയെല്ലാം ഒരേപോലെയാണ്. ഇവിടെ വിളക്കിൽ കത്തിച്ചു വെച്ചത് അഗ്നിയാണ്. ഹോമകുണ്ടത്തിലുള്ളത് അഗ്നിയാണ്. അവിടെ പോയി കഴിഞ്ഞാൽ ഭക്ഷണം പാകം ചെയ്യുന്ന ദിക്കിൽ അത് വിറകോ ഇന്നത്തെ സൗകര്യം അനുസരിച്ച് ഗ്യാസ് സ്റ്റവോ എന്തായാലും അത് അഗ്നിയാണ്. അതുകൊണ്ടാണല്ലോ വെള്ളം ചൂടാവണതും ഭക്ഷണം പാകം ചെയ്യാൻ പറ്റണതും. അപ്പോൾ അടുപ്പിൽ വിറക് കത്തിച്ചാലും അഗ്നിയാണ്. ഹോമകുണ്ടത്തിൽ നമ്മൾ സൂക്ഷിക്കുന്നതും അഗ്നിയാണ്. യാഗശാലയിൽ ഉള്ളതും അഗ്നിയാണ്. അവസാനം നമുക്ക് എല്ലാവർക്കും ആവശ്യമായ ഒരു അഗ്നിയുണ്ട്. ഏറ്റവും അവസാനം ഏതാത്? ഏറ്റവും അവസാനം ഒരു അഗ്നി ആവശ്യമില്ലേ? അങ്ങനെയല്ല വേണ്ടത്. കൊണ്ടൊന്നിങ്ങനെ വെച്ച് കോടിയും കൊണ്ട് മൂടി, കണ്ടിട്ടില്ലേ പരിപാടി? ഞങ്ങളുടെ അവിടെയൊക്കെ അങ്ങനെയാണ്. എന്നിട്ട് ആ ചിതയ്ക്ക് ഇങ്ങനെ പ്രദക്ഷിണമൊക്കെ വെച്ചിട്ട് മക്കളാരെങ്കിലും എന്തെന്നാ ചെയ്യണത്? തീ കൊളുത്തൂല്ലേ? അവിടെ ഒരു അഗ്നിയുണ്ട്. എന്നാൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പം നമ്മുടെ തൊടിയിലോ അടുത്ത പറമ്പിലോ ഒരാളെ സംസ്കരിക്കുകയാണ്. ആ ചിതയൊക്കെ ഒരുക്കി വെച്ചു, അത് കഴിഞ്ഞു, സംസ്കാരം കഴിഞ്ഞു. കുറേ വിറക് ബാക്കിയുണ്ട്. നമ്മൾ എടുത്തുകൊണ്ട് പോകാറുണ്ടോ? നാളെ അടുപ്പിൽ കത്തിക്കാം, എടുത്തുകൊണ്ട് വരാറുണ്ടോ? എന്താ കുഴപ്പം? അതും വിറകാണ്, അവിടെ കത്തിച്ചതിൻ്റെ ബാക്കിയാണ്. എന്തുകൊണ്ട് വീട്ടിൽ കൊണ്ടുപോകണില്ല? അപ്പൊ അവിടെ അഗ്നി വേറെയാണ് അല്ലേ? അവിടെ വേറൊരു രീതിയിലാണ് അഗ്നിയെ ഉപയോഗിച്ചത്. ഈ ഒറ്റ ചോദ്യം കൊണ്ട് കാര്യം മനസ്സിലാവും. ആ വിറക് അവിടെ ബാക്കി കടന്നാൽ പോലും നമ്മൾ എടുക്കില്ല. പക്ഷെ അവിടെ ആ അഗ്നിയെ വേറെയായിട്ട് കണ്ടു. അവിടെ നല്ലോണം തീ കത്തണുണ്ടല്ലോ, എന്നാൽ കുറെ വേസ്റ്റ് ഉണ്ട്, അവിടെ ഇട്ട് കത്തിക്കാറുണ്ടോ? നല്ലോണം ആളി കത്തണുണ്ട്, കുറെ വേസ്റ്റ് വീട്ടിലിരിപ്പുണ്ട്, ചെയ്യാറില്ല. കാരണം നമ്മൾ ആ അഗ്നിയെ വേറൊരു ഉദ്ദേശത്തിൽ നിന്ന് സങ്കല്പിച്ചു. ശരി, നമ്മളിവിടെ ഒരു ഹോമകുണ്ടം ഉണ്ടാക്കി അതിൽ ദ്രവ്യങ്ങൾ ഹോമിക്കുക. അപ്പോൾ പറഞ്ഞു ചകിരി വേണം, പ്ലാവിൻ്റെ വിറക് വേണം. എന്നാൽ ശരി, കുറെ റബ്ബറിൻ്റെ വെട്ടിയ വിറകും കൂടി കൊണ്ടിടാറുണ്ടോ? അത് പറ്റില്ല. അത് ഹോമത്തിനൊന്നും അത് ഉപയോഗിക്കില്ല. അപ്പൊ അവിടെ ആഹവനീയ അഗ്നി, ആഹൂതികൾ ചെയ്യാൻ വേണ്ടി, അഗ്നിയിൽ ആഹൂതി ചെയ്യുമ്പോൾ ഹോമത്തിന് വേണ്ടി വേറൊരു അഗ്നി സങ്കല്പിച്ചു. ദക്ഷിണാഗ്നി, അതായത് തെക്ക് ഭാഗത്ത്, നമ്മുടെ ഗൃഹത്തിൻ്റെ ഒക്കെ തെക്ക് ഭാഗത്താണ് നമ്മൾ സൗകര്യം ഉണ്ടെങ്കിൽ ചിത ഒരുക്കുക. സൗകര്യം ഇല്ലെങ്കിൽ അതിന് സൗകര്യമുള്ള സ്ഥലത്ത് ഒരുക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ അവിടെ മറ്റൊരു അഗ്നിയാണ്, അത് മൃതശരീരം ദഹിപ്പിക്കാനാണ്. ഹോമകുണ്ടത്തിലെ അഗ്നി മറ്റൊന്നാണ്, ഭക്ഷണം പാകം ചെയ്യുന്ന അഗ്നി മറ്റൊന്നാണ്. ഇതിനൊക്കെ വേറെ വേറെ കൽപ്പിച്ചു. അതാണ് 3 അഗ്നികൾ എന്നിവിടെ സൂചിപ്പിച്ചത്. അതിൻ്റെയും ദേവതയാണ് അവിടുന്ന്. അപ്പോൾ ത്രയംബകനായിട്ടുള്ള മൃത്യുഞ്ജയ രുദ്രനെ ഞങ്ങൾ പൂജിക്കുന്നു. സുഗന്ധിം പുഷ്ടിവർദ്ധനം സർവഭൂതേഷു സർവത്ര ത്രിഗുണേഷു ബുദ്ധൗ യഥാ ഇന്ദ്രിയേഷു തഥാന്യേഷു ദേവേഷു ച ഗണേഷു ച പുഷ്പേ സുഗന്ധി വത്സൂര സുഗന്ധി അമരേശ്വര. പൂക്കളിൽ സുഗന്ധം പോലെ.
പൂക്കളിൽ നിന്നും നമുക്ക് സുഗന്ധത്തെ വേറിട്ട് നിർത്താൻ പറ്റില്ല. പൂക്കളോടുകൂടി തന്നെ സുഗന്ധവും ചേർന്ന് ഇരിക്കുന്നത് പോലെ എല്ലാറ്റിലും ചേർന്നിരിക്കുന്ന ചൈതന്യ വിശേഷമായിട്ടുള്ള അവിടുന്ന് ഉർവാരുകമിവ ബന്ധനാൻ മൃത്യുർമുക്ഷീയമാമൃത. ഉർവാരുകം, അതിന് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളും കാണാം. ഇനി അതിലേക്കൊന്നും കടക്കണില്ല. അത് വേറെ എവിടെ ഉണ്ടാവണ ഒരു പ്രത്യേക കായയാണ്. ചിലർ പറഞ്ഞു വെള്ളരിക്കയാണ്. സാധാരണ പറഞ്ഞു കേട്ടിട്ടുള്ളത് വെള്ളരിക്ക എന്നാണ്. തണ്ണിമത്തൻ എന്ന് പറഞ്ഞു. എന്തായാലും നമുക്ക് കാര്യം മനസ്സിലായാൽ മതി. ഒരു വള്ളിയിലുണ്ടാകുന്ന ഒരു കായ, അപ്പൊ അതിന് വെള്ളരിക്കയോ ഇതൊക്കെ നമുക്ക് ഉദാഹരണമായിട്ട് എടുക്കാം. ഈ വള്ളിയിലുണ്ടാകുന്ന ഈ കായകളുടെ പ്രത്യേകത എന്താണ്? അതിൻ്റെ അത് പാകമായി കഴിഞ്ഞാൽ, ആ ഫലം അല്ലെങ്കിൽ ആ കായ അത് പാകമായി കഴിഞ്ഞാൽ ആ നെട്ടിൽ നിന്നും അത് തനിയെ വിട്ടുപോകും. നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പ്രകൃത്യാ തന്നെ അതിൻ്റെ ഒരു രീതി അതാണ്. ആ കായ, ആ ഫലം പാകമായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അത് നെട്ടിൽ നിന്ന് വിട്ടുപോകും. ഇതേപോലെ നമ്മളുടെ ഈ കർമ്മപ്രാരബ്ധങ്ങളെയെല്ലാം തീർത്ത് ഈ ബന്ധനത്തിൽ നിന്നും നമ്മളെ മോചിപ്പിച്ചാലും, ഇവിടെ നമുക്ക് ഏതൊന്നാണോ ബന്ധനമായിട്ട് വർദ്ധിക്കുന്നത് അതിൽ നിന്നും തന്നെ മോചിപ്പിച്ചാലും. ഇപ്പൊ ആർക്കു വേണ്ടിയിട്ടാണോ നമ്മൾ ഇത് ചെയ്യേണ്ടത്? രോഗശയ്യയിൽ കിടക്കുന്ന, വളരെയധികം വാർദ്ധക്യം ബാധിച്ച് ഭക്ഷണവും കഴിക്കില്ല, വെള്ളം ഇറങ്ങില്ല, വളരെയധികം പ്രായമായി, അങ്ങനെ രോഗശയ്യയിൽ കിടക്കുന്ന ഒരുവന്റെ ബന്ധനം എന്താണ്? ആ കിടപ്പ് തന്നെയാണ്, അല്ലെ? അവനവനും ഭാരം, കൂടെയുള്ള ബന്ധുക്കൾക്കും ഭാരം. അപ്പൊ അവിടെ എന്താ ആവശ്യം? അവിടെ നമ്മളുടെ പ്രാർത്ഥനയുടെ ഉദ്ദേശം എന്താണ്? ഈ ജീവനെ ഈ ശരീരത്തിൽ നിന്ന് വേർപെടുത്തി തരണം. അച്ഛനോ അമ്മയോ മുത്തശ്ശനോ മുത്തശ്ശി ആരെങ്കിലും ആയിരിക്കാം, അവരുടെ പ്രാരബ്ധം കൊണ്ട് വയ്യാതെ കിടക്കുകയാണ്. ശരീരത്തിൽ നിന്ന് പ്രാണൻ പോണില്ല, എല്ലും തോലുമായിട്ട് കിടക്കുകയാണ്. അങ്ങനെ കിടന്ന് ചിലപ്പോൾ ശരീരത്തിന്റെ തോലൊക്കെ പോയിട്ടുണ്ടാവും, അല്ലെ? തോല് പൊട്ടുന്നൊരവസ്ഥ വരും. അങ്ങനെ വരുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്. ആ വശം പതുക്കെ മറ്റൊരു വശത്തേക്ക് ഇങ്ങനെ ചെരിച്ച് കിടത്തിയിട്ട് ആ വശത്ത് മരുന്ന് തേച്ചു കൊടുക്കണം. കട്ടിയുള്ള വിരിപ്പൊന്നും ഇരിക്കാൻ പറ്റില്ല, എന്ത് ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെ കിടക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പ്രാണൻ, ആ ജീവൻ ശരീരം വിട്ടു പോകണം. അതിന് അവിടുന്ന് അനുഗ്രഹിച്ചാലും, അവിടെ സങ്കല്പം അതാണ്. പക്ഷെ നമ്മളൊക്കെ ജപിക്കുമ്പോൾ അതാണോ ഉദ്ദേശം? അങ്ങനെയാണെങ്കിൽ നാളെ മുതൽ ജപിക്കില്ല, അല്ലെ? ഇങ്ങനെ ശരീരത്തിൽ നിന്ന് പ്രാണൻ പോകാൻ വേണ്ടിയിട്ടാണ് ഈ മന്ത്രം ജപിക്കണമെങ്കിൽ നാളെ മുതൽ ഈ പരിപാടി നിർത്തും. അപ്പൊ അതല്ല, രോഗദുരിതങ്ങളെ, അതൊരു ബന്ധനാണ്. നമുക്ക് രോഗം ബാധിക്കുക, അത് ദുരിതമായിട്ട് മാറുക. എന്തെല്ലാം ചികിത്സ ചെയ്തിട്ടും അതിൽ നിന്ന് നമുക്കൊരു രക്ഷ നേടാൻ കഴിയുന്നില്ല. അപ്പൊ രോഗനിവാരണം, ആ രോഗമാകുന്ന ബന്ധനത്തിൽ നിന്ന് മോചിപ്പിച്ചാലും പല രീതിയിലാണ്. അങ്ങനെയുള്ള ആ മന്ത്രത്തെ ഇവിടെ അതിൻ്റെ വ്യാഖ്യാനം കൂടി പറഞ്ഞുകൊണ്ടാണ് നമുക്ക് ആ സതീഖണ്ഡം എന്ന ഭാഗം, ശിവപുരാണത്തിലെ രണ്ടാമത്തെ സംഹിതയായിട്ട് രുദ്രസംഹിതയിലെ സതീഖണ്ഡം എന്ന ഭാഗത്തെ ഇവിടെ സമർപ്പിക്കുന്നത്.